നുണയും വിസ്മയവും സമാസമം ചേർത്ത കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് സ്ത്രീ വിരുദ്ധത കൂടി. 2 ടേം MLA ആയിരുന്ന കായംകുളത്തെ LDF സ്ഥാനാർത്ഥി യു പ്രതിഭയ്ക്കെതിരെ അധമരാഷ്ട്രീയത്തിൻ്റെ തനിക്കൂറ പ്രചാരണം നടത്തുന്നു UDF നേതാക്കൾ. ഇതും രാഷ്ട്രീയ ചെറ്റത്തരമല്ലേ? മാങ്കൂട്ടത്തിലില്ലാത്തതിൻ്റെ കേട് തീർത്ത് PK ശശിക്ക് സീറ്റ് കൊടുത്ത നേതൃത്വത്തിന് കായംകുളത്തെ സ്ത്രീവിരുദ്ധ പ്രചാരണം ഒരലങ്കാരമാണ്. VD സതീശൻ പറഞ്ഞ വിസ്മയത്തിൻ്റെ പൊരുൾ നാട്ടുകാർക്ക് മനസ്സിലാക്കി കൊടുത്തത് G സുധാകരനാണ്. അമ്പലപ്പുഴയിൽ BJPയുടെ 5000 വോട്ട് തനിക്ക് കിട്ടുമെന്ന് UDFന് ഉറപ്പ് കൊടുത്തപ്പോഴാണ് G സുധാകരൻ ഡീലെന്ന ഈ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് BJP അന്തർധാര വ്യക്തമായത്. ഇത് പല മണ്ഡലങ്ങളിലും അരങ്ങേറും. പാലക്കാട്ട് UDF ദുർബലനായ സ്ഥാനാർത്ഥിയെ നിർത്തിയതും സംശയാസ്പദമാണ്. തൃപ്പൂണിത്തറയിൽ കാലങ്ങളായി ഈ രീതി അരങ്ങേറുന്നത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ M സ്വരാജ് വെളിപ്പെടുത്തിയത് ഇതേ ന്യൂസ് ആൻഡ് വ്യൂസിലാണ്. നുണകൾക്കപ്പുറം വസ്തുതകൾ കൊണ്ട് സർക്കാരിനെ നേരിടാനാവാതെ പോകുന്ന പ്രതിപക്ഷത്തിൻ്റെ അവസ്ഥ UDFൻ്റെ ആ പഴയ ഇരുണ്ട കാലത്തേക്കാൾ കഷ്ടമാണ്. ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ PK ഗോപൻ CPIM, റെജിൻ S ഉണ്ണിത്താൻ കോൺഗ്രസ്, M ജയചന്ദ്രൻ മാധ്യമപ്രവർത്തകൻ. ശ്രീ ഗോപൻ, ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിവസം നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയ നിരവധി കാര്യങ്ങളുണ്ട്. അതിലേറ്റവും ഗൗരവമുള്ളതും അങ്ങേയറ്റം അപലപിക്കേണ്ടതും ഒരു തരത്തിലും ഒരാളും പിന്തുടരാൻ പാടില്ലാത്തതുമായ ഒരു കാര്യമാണ് കായംകുളത്ത് സംഭവിച്ചത്. അവിടുത്തെ സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരായിട്ടുള്ള UDFൻ്റെ ഹീനമായ പ്രചാരണ രീതി. അത് ഉച്ചയ്ക്ക് വലിയ വാർത്തയായി വന്നു. ഈ നേരം വരെ മാതൃകാപരമായി UDF നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് നേതാക്കളാരും അതിനെ തള്ളിപ്പറയാനോ അത് ആവർത്തിക്കാൻ പാടില്ലാത്തൊരു പ്രചാരണ രീതിയാണ് എന്ന രീതിയിൽ ശക്തമായി അതിൽ ഇടപെടാനോ തയ്യാറായിട്ടുണ്ടോ? നിങ്ങളുടെയൊക്കെ അനുഭവത്തിൽ നിന്ന് നിങ്ങൾക്കത് അക്കാര്യങ്ങളെക്കുറിച്ച് പറയാം. പക്ഷേ ഇത്തരം ഹീനമായൊരു പ്രചാരണത്തിന് വിധേയായ യു പ്രതിഭ 2 ടേം അവിടെ MLA ആയിരുന്നയാളാണ്. ജനപ്രതിനിധിയായി കായംകുളത്തുകാർ പല രാഷ്ട്രീയ വെല്ലുവിളികളുടെ കാലത്തും അതിനെ അതിജീവിച്ച് ജയിച്ചു വന്ന ആളാണവർ. അവർ കായംകുളത്തിന് ചിരപരിചിതയായിട്ടുള്ള ഒരു ജനപ്രതിനിധിയാണ്. അവിടേക്ക് വീണ്ടും തോൽക്കാതിരിക്കാൻ ഇത്തവണ സീറ്റിലേക്ക് വന്നയാളാണ് UDFൻ്റെ സ്ഥാനാർത്ഥി M ലിജു. പലതവണ അമ്പലപ്പുഴയിൽ തോറ്റ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ കായംകുളത്തിന് ഏറെ പരിചിതമായിട്ടുള്ള MLA ആയി അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള അവർ വീണ്ടും മത്സരിക്കുമ്പോൾ കായംകുളത്തുകാരായിട്ടുള്ള UDF നേതാക്കൾ എത്ര മോശമായിട്ടാണ് അവരെക്കുറിച്ച് സംസാരിച്ചത്. ആ മോശപ്പെട്ട വാക്കുകൾ ഞാൻ ആവർത്തിക്കുന്നില്ല, കാട്ടുന്നില്ല. പക്ഷേ അതേക്കുറിച്ച് അവർ പ്രതികരിച്ചത് ഒന്ന് കാണേണ്ടതുണ്ട്. അത് കണ്ടുകൊണ്ട് ഞാൻ ശ്രീ ഗോപനിലേക്ക് വരാം. നീചമായ ശക്തികളുടെ ലക്ഷ്യം ഡിമോറലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകളൊക്കെ ഈ രംഗത്തു നിന്ന് ഓടിപ്പോകും എന്നാണ് ചിലർ കരുതുന്നത്. പക്ഷേ അങ്ങനെ കായംകുളം ഹൃദയത്തിലേറ്റിയതാണ് ഞങ്ങളെയൊക്കെ തന്നെ. അത്രയധികം കായംകുളത്തോട് ചേർന്ന് നിന്നതാണ്. അവിടെയാണ് കുടുംബത്തെ വ്യക്തിയൊക്കെ അദ്ദേഹം അധിക്ഷേപിച്ചത്. മനസ്സിന് ഒരുപാട് വേദന ഉണ്ടാക്കിയെന്ന് കൂടി മനസ്സിലാവണം. അതായത് ഒരാൾ ക്യാമറകൾ കൊണ്ടിരുന്ന് കരയുമ്പോഴും ഇത് ഒരു ധാർമ്മികമായി ചോദ്യം ചെയ്തൊരു തോന്നലുണ്ടോ? അല്ലേ, അത്രയും പ്രതികരണം പാർട്ടി നടത്തും. ഞാൻ ആദ്യം ശ്രീ ഗോപനിലേക്ക് വരികയാണ്. ശ്രീ PK ഗോപൻ, എന്താണ് ഇതേക്കുറിച്ച് ഗൗരവമായി പറഞ്ഞ് അതിശക്തമായൊരു സമൂഹം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് എന്തും പറഞ്ഞു പോകാം എന്ന രീതിയിൽ പോകുന്നത് ഒട്ടും ഉചിതമല്ല. ഞാൻ എൻ്റെ മുമ്പിലേക്ക് ഇപ്പോൾ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ശ്രീമതി PK ശ്രീമതി ടീച്ചർ കൊടുത്ത ഒരു പരാതി, ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത പരാതിയുടെ കോപ്പി എൻ്റെ കയ്യിലേക്ക് വന്നിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്കാണ് ആ പരാതി പോയിരിക്കുന്നത്. ഇന്ന് യു പ്രതിഭയെ അധിക്ഷേപിച്ചതുമായി, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തി UDF അധിക്ഷേപിച്ചതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. കംപ്ലൈൻറ്റ് അഗൻസ്റ്റ് മിസ്റ്റർ A ഇർഷാദ്, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് AIML ആൻഡ് യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് UDF കൺവീനർ ഫോർ ഗ്രോസ് വയലേഷൻ ഓഫ് ദി മോഡൽ കോഡ് ഓഫ് കോണ്ടാക്ട്. PK ശ്രീമതി ടീച്ചർ കൊടുത്ത പരാതിയുടെ സ്വഭാവമാണ് ഞാൻ സൂചിപ്പിച്ചത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ നഗ്നമായ ലംഘനമാണ് ഇതിൽ സംഭവിച്ചിട്ടുള്ളത് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് PK ശ്രീമതി ടീച്ചർ ഈ പരാതി കൊടുത്തിട്ടുള്ളത്. ശ്രീ PK ഗോപൻ. ശ്രീ ശരത്തെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടി വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു ദുര്യോഗം തന്നെ. ഒന്ന്, എനിക്ക് ശ്രീമതി അല്ലെങ്കിൽ സഖാവ് പ്രതിഭയോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു തരത്തിലും കരയാൻ പാടില്ല. നിങ്ങൾ കരഞ്ഞാൽ ഇത്തരം അധമശക്തികൾക്ക് ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും വിജയത്തിൻ്റെ ഒരു തോന്നലുണ്ടാവും. അവരുടെ ദുഷ്ടവാക്കുകൾ സമൂഹത്തിൽ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആരെ ഉദ്ദേശിച്ചാണോ പറഞ്ഞത്, അവരിലെങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്.
അവിടെ സ്ത്രീകളുടെ കണ്ണീര് കാണുക എന്നുള്ളത് ഇവരുടെ ഒരു ഉള്ളാലെ ഉള്ള ഒരു ആഹ്ലാദത്തിൻ്റെ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് പ്രതിഭ കരയാൻ പാടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇവരിപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നടപടിയെടുക്കുന്നോ അതല്ലെങ്കിൽ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തുന്നു എന്നുള്ളതൊക്കെ രണ്ടാമത്തെ പ്രശ്നം. കേരളത്തിലെ UDF നേതൃത്വം വാദോരാതെ പ്രസംഗിച്ച് നടക്കുന്ന ആളുകൾ, അവരുടെ പ്രതികരണം ഇതിനകത്ത് പ്രധാനമാണ്. പ്രത്യേകിച്ച് UDFൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെത്, അതുപോലെ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി പരിശ്രമിക്കുന്ന ചില ആളുകൾ. കേരളത്തിൽ അടുത്ത പ്രതിപക്ഷ നേതാവ് ആരാന്നുള്ള കാര്യത്തിലാണ് അവർ തമ്മിൽ തർക്കമുള്ളത്. അപ്പോൾ പ്രതിപക്ഷ നേതാവാകാൻ വേണ്ടി നടക്കുന്ന ആളുകൾ, അതുമല്ലെങ്കിൽ അതിനകത്തെ വനിതാ നേതൃത്വം, അവരെല്ലാം ഇക്കാര്യത്തിൽ എന്താണ് അവരുടെ പ്രതികരണം എന്നുള്ളത് വരേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, മുസ്ലിം ലീഗിൻ്റെ നേതാവാണിത് പറഞ്ഞത്. മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇത് പറയുമ്പോൾ അതിൽ അവരുടെ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് അതിൽ വെളിവാക്കപ്പെടുന്നത്. കാരണം സ്ത്രീകൾ പൊതുരംഗത്ത് നിൽക്കാൻ പാടില്ല എന്നുള്ളതാണ് അവരുടെ നിലപാട്. സ്ത്രീകൾ സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കേണ്ടതില്ല. ഇപ്പോൾ നോക്കൂ, ഇത്തവണയാണ് അവർ 2 വനിതാ MLA-മാരെ, വനിതാ സ്ഥാനാർത്ഥികളെ MLA-മാരാക്കാൻ നിർത്തിയിട്ടുള്ളത്. അത് അവർ ജയിക്കുന്ന മണ്ഡലത്തിലുമല്ല, അത് വേറൊരു കാര്യം. പക്ഷേ 2 പേരെ നിർത്തിയത്. കഴിഞ്ഞ അസംബ്ലിയിൽ അവർക്ക് ഒരാൾ പോലും അവർ മത്സരിപ്പിച്ചിട്ടുമില്ല, അവർ ജയിച്ചിട്ടുമില്ല. അതുപോലെ തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ 50% വനിതാ റിസർവേഷൻ ഉള്ളതുകൊണ്ടാണ്. അവിടെ കുഞ്ഞാലിക്കുട്ടിക്കോ മറ്റ് ലീഗ് നേതാക്കന്മാർക്കോ സാരി ഉടുത്ത് മത്സരിക്കാനുള്ള ഒരു സാധ്യതയില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവരവിടെ വനിതകളെ നിർത്തിയിട്ടുള്ളത്. അതല്ലാതെ വനിതകളെ നിർത്തില്ല. അപ്പോൾ പുതിയൊരു ആധുനിക കാലത്ത് പിടിച്ചു നിൽക്കാൻ വയ്യാതായപ്പോഴാണ് 2 വനിതകളെ മത്സരരംഗത്ത് തന്നെ ഇറക്കാൻ തയ്യാറായത്. സ്ത്രീകൾ രാഷ്ട്രീയ രംഗത്ത് പാടില്ല എന്നുള്ളതാണ്. ഇനി മിശ്രവിവാഹം പാടില്ല, ഇതര മതസ്ഥരുമായിട്ടോ ജാതികളുമായിട്ടോ വിവാഹം പാടില്ല. അത് അവരുടെ ഉള്ളിൽ നിന്ന് തിളച്ചു വന്നതിൻ്റെ ഉദാഹരണമാണ് മുഹമ്മദ് റിയാസിൻ്റെ വിവാഹം നടന്നപ്പോൾ. അദ്ദേഹം ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരാളാണ്. മതവിശ്വാസിയാണോ ഇല്ലയോ എന്നുള്ള രണ്ടാമത്തെ പ്രശ്നം. ജനിച്ചയാളാണ്. അദ്ദേഹം വിവാഹം കഴിച്ചത് ഹിന്ദു മതത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ അങ്ങനൊരു വിവാഹം നടന്നപ്പോൾ വ്യഭിചാരമാണ് നടത്തുന്നത് എന്ന് പറഞ്ഞാൽ മിശ്രവിവാഹം എന്ന് പറഞ്ഞാൽ വ്യഭിചാരമാണ്. സ്വസമുദായത്തിൽ നിന്ന് വിവാഹം കഴിച്ചാലേ അത് ലീഗലി വിവാഹം ആവുകയുള്ളൂ. ഈ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൊണ്ട് നടക്കുന്നവരാ. ഏത് നൂറ്റാണ്ടിലാണ്? 21-ാം നൂറ്റാണ്ടിൽ. 21-ാം നൂറ്റാണ്ടിലെ ഏറ്റവും നല്ല, അല്ലെങ്കിൽ 19-ാം നൂറ്റാണ്ടിൽ വളർന്ന് വികസിച്ച ആശയമാണ് ജനാധിപത്യം. ആ ജനാധിപത്യം അവർക്ക് സ്വീകാര്യമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ. 20-21-ാം നൂറ്റാണ്ടിൽ വികസിച്ചു വന്ന വിജ്ഞാനത്തിൻ്റെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ അവർക്ക് ഉപയോഗിക്കാം. അതില്ലാതെ നിലനിൽക്കാൻ പറ്റത്തില്ല. ആധുനിക കാറുകൾ ഉപയോഗിക്കാം, ആധുനിക മൊബൈൽ ഫോൺ ഉപയോഗിക്കാം, ആധുനിക സങ്കേതങ്ങൾ ഉപയോഗിക്കാം, ഇതെല്ലാം ആകാം. പക്ഷേ ആശയങ്ങൾ നൂറ്റാണ്ടുകൾക്ക് പുറകിലുള്ളതാണ്. ഇങ്ങനെ സ്ത്രീവിരുദ്ധതയിൽ കെട്ടിപ്പടുത്ത ഒരു ആശയ സംഹിതയിലാണ് അവർ ജീവിക്കുന്നത്. ഇനി അടുത്തൊരു കാര്യം നമ്മൾ നോക്കിയാൽ, ഭാരത സംസ്കൃതിയിൽ ഒരു സ്ത്രീയെ ആക്രമിക്കുന്നതിനും ആക്ഷേപിക്കുന്നതിൻ്റെ ഒരു ഘടകം നോക്കിക്കഴിഞ്ഞാൽ എല്ലാ സമൂഹങ്ങളിലും കിടക്കുന്ന ഒരു കഥയാണ് മഹാഭാരതത്തിലെ പാഞ്ചാലി കഥ. അത് ഏതെങ്കിലും ഒരു പ്രത്യേക സമുദായം, ഇപ്പോൾ അത് ഹിന്ദുമതത്തിൻ്റെതാക്കി മാറ്റാനൊക്കെ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും പൗരാണിക കാലത്ത് അത് ഗോത്രവർഗ്ഗങ്ങളുടെ കഥകളിൽ നിന്ന് ഉരുവം കൊണ്ട് പിന്നീട് വന്ന കൂട്ടിച്ചേർക്കലുകൾ, ആദ്യം ഒരു 10,000 ശ്ലോകങ്ങളായിട്ട് വിരചിതമായ ജയം എന്ന് പറയുന്ന പേരിൽ അറിയപ്പെട്ട മഹാഭാരതം, പിന്നീട് വിവിധ കാലങ്ങളിലെ പ്രക്ഷിപ്തത്തിൻ്റെ ഭാഗമായി 1.25 ലക്ഷം ശ്ലോകങ്ങളിലേക്ക് വികസിച്ച മഹാഭാരതം. ആ മഹാഭാരതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കഥ, അതിൽ യുദ്ധം നടക്കാനുള്ള കാരണങ്ങളിലൊന്നായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപമാണ്. ഈ വസ്ത്രാക്ഷേപം നടത്തുന്നത് വലിയ രാജാക്കന്മാർ നിലകൊള്ളുന്ന വലിയൊരു സദസ്സിലാണ്. ഒരു രജസ്വലയായ പെൺകുട്ടിയെ, ഋതുമതിയായ പെൺകുട്ടിയെ ആണ്. അതാണ് വ്യാസൻ അതിൽ കൊടുത്തിരിക്കുന്നത്. സാധാരണ പെൺകുട്ടിയല്ല. അവൾ ഏത് സമയത്താണോ അവളുടെ ശരീരത്തിൽ അസ്വസ്ഥത ഉണ്ടാകുന്നത്, ശാരീരികമായ വിഷമതകൾ അനുഭവിക്കുന്നത്, അതല്ലെങ്കിൽ സാംസ്കാരികമായിട്ട് പറഞ്ഞാൽ പല പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരു സമയത്ത് ഋതുമതിയായ പെണ്ണിനെ ഒരു സദസ്സിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന് അവളുടെ വസ്ത്രം ഇല്ലാതാക്കുന്ന ഒരു ഘട്ടത്തിലെത്തുന്നു. അപ്പോൾ അവൾ മുടിയഴിച്ച് കളയും, ദുശാസൻ മുടിയഴിച്ച് കളയും. അവിടെ നിന്നുകൊണ്ട് പാഞ്ചാലി ഒരു ശപഥം ചെയ്യുന്നു. ഈ മുടി ഇനി എൻ്റെ ശരീരം മലിനപ്പെടുത്തിയ, എൻ്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞ ആളുടെ ശരീരത്തിലെ രക്തം കൊണ്ടുവന്ന് എൻ്റെ മുടിയിൽ പുരട്ടി ആ മുടി കെട്ടിവെച്ചാലേ ഞാൻ ഈ മുടി ഇതിൽ അടങ്ങുകയുള്ളൂ എന്നൊരു ശപഥം പാഞ്ചാലി ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ദൂതിന് പോയ കൃഷ്ണനോട് പാഞ്ചാലി പറയുന്നത്, കേശവ, എൻ്റെ കേശം ഇത് കണ്ട് നീ ഗമിക്കണം. നീ എന്തിനു വേണ്ടിയാണോ പോകുന്നത്, എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. ഞാൻ തയ്യാറാവുന്നത് എന്നെ നശിപ്പിക്കാൻ പരിശ്രമിച്ചവൻ്റെ രക്തം കൊണ്ട് മാത്രമേ ഞാൻ കോംപ്രമൈസ് ചെയ്യപ്പെടൂ. അതുകൊണ്ട്
ശ്രീ ശരത്തെ, ഈ ആക്ഷേപത്തിന് പരിഹാരം എന്ന് പറഞ്ഞാൽ ലിജുവിൻ്റെ കരച്ചിലല്ല. ലിജു കരയുന്നത് എന്തിനു വേണ്ടിയാ? എനിക്ക് 3 പ്രാവശ്യം മത്സരിച്ച് തോറ്റു വേണ്ട, എന്നെ ജയിപ്പിക്കണം. ഇത് അയാളുടെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യം മാത്രമാണ്. പക്ഷേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ സ്ത്രീകളാണ്. ആ സ്ത്രീകൾ ഇന്ന് ശപഥമെടുക്കേണ്ടത് പ്രതിഭയുടെ ശരീരത്തെ അപമാനിച്ചവനെ, മനസ്സിനെ മലിനപ്പെടുത്തിയ, അവരുടെ പൊതുപ്രവർത്തനത്തെ റദ്ദ് ചെയ്യാൻ പരിശ്രമിച്ച, അവരുടെ സംശുദ്ധിയെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ച ആ സ്ത്രീയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിലെ മുഴുവൻ സ്ത്രീകളും UDFൻ്റെ അധമ രാഷ്ട്രീയത്തിനെതിരായി നിലപാട് കൈക്കൊള്ളേണ്ടുന്ന ഒരു സായം സന്ധ്യയിലാണ് നമ്മൾ ഒത്തുകൂടിയിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ആമുഖമായിട്ട് അങ്ങ് ചോദിച്ച ചോദ്യത്തോട് പ്രതികരിക്കാനുള്ളത്. റൈറ്റ്, ഞാൻ മടങ്ങി വരാം. ഇപ്പോൾ ശ്രീമതി ശ്രീമതി ടീച്ചർ കൂടി ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ഞാനിപ്പോൾ അല്പം മുമ്പ് സൂചിപ്പിച്ച് ഈ ചർച്ചയുടെ തുടക്കത്തിൽ സൂചിപ്പിച്ചത് താങ്കൾ കൊടുത്ത പരാതി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച പരാതിയെക്കുറിച്ചാണ്. അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോയില്ല. ഇതിനകത്ത് വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ ലംഘനമുണ്ട്. മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ UDFനും അതിൻ്റെ നേതൃത്വത്തിനുമൊക്കെ വലിയ ഉത്തരവാദിത്വം ഇക്കാര്യത്തിലുണ്ട് എന്നാണോ പറയുന്നത്? നേതൃത്വത്തിൻ്റെ അറിവോടെ അതിനെ തിരുത്താനുള്ള ഒരു നടപടിയും സ്വീകരിക്കാത്ത നേതൃത്വം കൃത്യമായി ഇത്തരം പ്രചാരണത്തിന്, സ്ത്രീവിരുദ്ധ പ്രചാരണത്തിന് പച്ചക്കൊടി കാട്ടുകയാണോ അണികൾക്ക്, പ്രവർത്തകർക്ക്? അതിൻ്റെ ലക്ഷണമാണോ കായംകുളത്ത് കാണുന്നത്? ഇപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ ഈ ഒരു പ്രചാരണത്തിലേക്ക് ഇങ്ങനെ കൂടി പോകാം എന്നാണോ UDF സ്വയം വെളിപ്പെടുത്തുന്നത്? ശ്രീമതി ടീച്ചർ. ശരത്തെ, ഇത് സാധാരണ രീതിയിലുള്ള ഒരു പൊതുയോഗമല്ല. ഇന്ത്യ ഉറ്റുനോക്കുന്ന, പ്രത്യേകിച്ച് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വളരെ ഗൗരവമുള്ള, വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ നാമനിർദ്ദേശ പത്രികയെല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന UDFന്റെ ഒരു കൺവെൻഷനാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രധാനപ്പെട്ട കൺവെൻഷൻ. അത് ആ നാടാകെ ശ്രദ്ധിക്കുന്ന കൺവെൻഷനുമായിരിക്കും തീർച്ചയായിട്ടും. അതിൽ ഒരുപാട് ആളുകൾ നേതൃത്വമുണ്ട്, അനുയായികളുണ്ട്. അവിടെ വെച്ച് സാധാരണപ്പെട്ട ഒരു ആശംസാ പ്രാസംഗികനല്ല, മറിച്ച് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കെല്ലാം UDFന്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടിയിരിക്കുന്ന സ്ഥാനാർത്ഥിക്ക് പകരമായിട്ട്, സ്ഥാനാർത്ഥിയെ പോലെ പ്രവർത്തിക്കേണ്ടുന്ന അവരുടെ പ്രതിനിധിയാണ് മണ്ഡലത്തിന്റെ ഈ ഉത്തരവാദ ഭാരവാഹി. അങ്ങനെയുള്ള ഇർഷാദ് എന്ന് പറയുന്ന ഈ വ്യക്തി കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ. ഈ പദവിയിലിരിക്കുന്ന ഒരു വ്യക്തിയാണ് അവര് മണ്ഡലം കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ചുമതലക്കാരനായിട്ട് നിർത്തിയിട്ടുള്ളത്. ഈ മനുഷ്യനാണ് പ്രതിഭയെ അറിയുന്ന, കഴിഞ്ഞ 10 വർഷക്കാലമായി കായംകുളം നിയോജക മണ്ഡലത്തിന്റെ MLA ആയിട്ട് വികസന രംഗത്ത് സാധാരണ ഒരു ചെറുപ്പക്കാരിയെ പോലെയല്ല, നല്ല ഊർജ്ജസ്വലയായി പ്രവർത്തിക്കുന്ന, മിടുമിടുക്കിയായിട്ടുള്ള, അസംബ്ലിക്കകത്തായാലും പുറത്തായാലും ഉജ്ജ്വലമായ പ്രാസംഗികയായാലും വളരെ നല്ല രീതിയിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്ന കാര്യത്തിലായാലും മിടുക്ക് കാണിച്ചിട്ടുള്ള, എല്ലാവരുടെയും പ്രീതി സമ്പാദിച്ച ഒരു പെൺകുട്ടിയാണ്, ഒരു യുവതിയാണ് അഡ്വക്കേറ്റ് പ്രതിഭ. ആ പ്രതിഭയെ ഈ രൂപത്തിൽ ഒരു അവിചാരിതമായി വന്ന വാക്കുകളായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ പറ്റില്ല. ഒരു കേവലമായ ഒരു ബോഡി ഷെയ്മിങ് എന്നുള്ള നിലയിൽ കണക്കാക്കാനും പറ്റില്ല. മറിച്ച് വികസന രംഗത്ത് ഒന്നും ചെയ്തില്ല, അങ്ങനെ ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം വളരെ നേരത്തെ പ്ലാൻ ചെയ്ത് മനസ്സിൽ കരുതി വെച്ചിരുന്ന, വളരെ വൾഗറായിട്ടുള്ള, വളരെ വൃത്തികെട്ട, ഒരു സ്ത്രീയോടും പറയാൻ പാടില്ലാത്ത കാര്യം ഒരു കൺവെൻഷനിൽ വെച്ച് പരസ്യമായിട്ട് ഒരു പ്രവർത്തകൻ, അതല്ലെങ്കിൽ നഗരസഭയുടെ വൈസ് ചെയർമാൻ, ലീഗിന്റെ നേതാവ്, UDFന്റെ ഉത്തരവാദപ്പെട്ട ആൾ ഈ രൂപത്തിൽ പ്രതിഭയെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് വാക്ചാതുരി, അത് കഴിഞ്ഞതിന് ശേഷം ശരീരത്തിന്റെ വടിവുകൾ, ശരീരത്തിന്റെ എന്താ പറയണ്ടത്, മനോഹരമായ വടിവത്ത ശരീരം കാണിച്ച്, എന്നിട്ട് അത് വിൽപ്പനക്ക് വെക്കാൻ വെച്ചുകൊണ്ട് ആണ് ഈ വോട്ട് നേടുന്നതല്ലേ ഉദ്ദേശിച്ചത്? വിൽപ്പനക്ക് വെച്ച് വെക്കുന്നു, വോട്ട് നേടുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അയാൾ അങ്ങനെ തന്നെയാണ് സംസാരിച്ചത്, അങ്ങനെ തന്നെയാണ് ആ മൈക്കിന് മുമ്പിൽ ആലോചിച്ചു നോക്കൂ. ഈ കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ മുൻപിൽ നിൽക്കെ സാധാരണ രീതിയിൽ പോലും ഒരു സ്ഥാനാർത്ഥിയെ, എതിരായിട്ട് നിൽക്കുന്ന, തങ്ങളുടെ എതിർപക്ഷത്ത് നിൽക്കുന്ന സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി അധിക്ഷേപിക്കരുത്, അത് വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ഒന്നും ചെയ്യരുത് എന്ന് പറയുന്ന ചട്ടമുള്ള ഈ രാജ്യത്ത് ഒരു പെൺകുട്ടിയെ, അതും 10 കൊല്ലം MLA ആയിട്ട് പ്രവർത്തിച്ച ആ മണ്ഡലത്തിലെ ജനപ്രിയയായിട്ടുള്ള ഒരു
ചെറുപ്പക്കാരിയെ ഈ രൂപത്തിൽ അതെ, അവരുടെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ചാണ് ഇപ്പോൾ അവരുടെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ചാണ് മാപ്പ് അർഹിക്കാത്ത ഒരു പ്രയോഗമാണ് അയാൾ നടത്തിയിട്ടുള്ളത്. ഇതിനൊന്നും മാപ്പില്ല. ഞാൻ ആർക്കെങ്കിലും അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഖേദിക്കുന്നു. ആർക്ക് വേണം ഇയാളുടെ ഈ ഖേദം? ആ വാക്കുകൾക്ക് എന്ത് വിലയുണ്ട്? അത് ഈ ഖേദം കൊണ്ടൊന്നും ഇവിടെ തീരില്ല. അതുകൊണ്ടാണ് ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ ദേശീയ തലത്തിലുള്ള തിരഞ്ഞെടുപ്പ് കമ്മീഷൻ, മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ, അതുപോലെ സ്റ്റേറ്റ്, കായംകുളം മണ്ഡലം, ഇവർക്കെല്ലാം തന്നെ അടിയന്തരമായി ഇടപെട്ട് ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ല. ഈ സ്ത്രീ സമൂഹത്തെ എന്തും പറയാം. ഇത് സ്ത്രീകളെ അടച്ചാക്ഷേപിക്കൽ മാത്രമല്ല, കായംകുളം മണ്ഡലത്തിൽ ജയിച്ചു വരാൻ മറ്റൊരു മാർഗവുമില്ല. ഇങ്ങനെ എന്തെങ്കിലും വൃത്തികേട് പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാക്കി കളയാം. അത് നടപ്പില്ലാത്ത കാര്യമാണ്. പ്രതിഭേനെ അവിടുത്തെ ജനങ്ങൾക്കറിയാം. കഴിഞ്ഞ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ആ ആലപ്പുഴ ജില്ലക്കകത്ത് ഏറ്റവും കേരളത്തിൽ തന്നെ ശ്രദ്ധ നേടിയ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ പെൺകുട്ടിയെ ഈ രൂപത്തിൽ അപമാനിച്ചവര് എന്ത് ശിക്ഷ കൊടുത്താലാണ് പിന്നെ മതിയാവുക? അതുകൊണ്ട് വേറൊരു ഇല്ല, ആരെന്ത് പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല. കോൺഗ്രസ് നേതൃത്വം ഒന്നും മിണ്ടുന്നു കേൾക്കുന്നില്ല. കോൺഗ്രസ് നേതൃത്വം ഒന്നും മിണ്ടണ്ടേ? ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ അടക്കം അവൾക്കൊപ്പമല്ല UDF നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം അവനൊപ്പമാണ്. അതിപ്പോ കായംകുളത്തേക്ക് വരുമ്പോൾ ഇർഷാദാകുന്നു. ഇപ്പൊ ക്രിസ്റ്റൽ ക്ലിയറായി. നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ള കാര്യം ക്രിസ്റ്റൽ ക്ലിയറായി. കാരണം ഒരിക്കലും അവളോടൊപ്പമല്ല. എന്തെല്ലോ വലിയ വാക്ചാതുരി ആരാ പ്രയോഗിക്കുന്ന ബഹുമാനനായ പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം. എന്താ മിണ്ടാത്തത് ഇക്കാര്യത്തിൽ? എന്താ ഒരക്ഷരെങ്കിലും മിണ്ടണ്ടേ? മിണ്ടുന്നില്ലല്ലോ. എന്താണ് നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ രമേശ് ചെന്നിത്തല മിണ്ടാത്തത്? എന്തുകൊണ്ടാണ്? ഈ കേരളത്തിലെ ഒരു വനിതാ MP ആണല്ലോ നമ്മുടെ ദേശീയ തലത്തിലുള്ള നേതാവ് പ്രിയങ്ക. എന്താ മിണ്ടാത്തത്? ഒരുപക്ഷെ അതിനിപ്പം അവർക്ക് മിണ്ടാൻ പറ്റുന്നില്ലെങ്കിൽ പോട്ടെ. ഈ കേരളത്തിൽ തന്നെ KC വേണുഗോപാൽ എന്റെ അഭിപ്രായം എന്താ ഇക്കാര്യത്തില്? ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വം പല വിധത്തിലുള്ള ഇപ്പൊ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള കുറേയേറെ അതിൽ പാണക്കാട് തങ്ങൾ, ഞാൻ പറയുന്നത് പാണക്കാട് തങ്ങളാണ് ആദ്യം അതിൽ പ്രതികരിക്കേണ്ടയാൾ. കാരണം അദ്ദേഹത്തിനെതിരെ ഒരു ഹീനമായ പ്രചാരണം വന്നപ്പോ കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പിന്തുണച്ചു. അതിൽ കേസെടുത്ത് മുന്നോട്ട് കൂടിയാണ് നമ്മൾ LDF ഇക്കാര്യത്തിൽ പെരുമാറിയത്. എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോഴത്തേക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ അത് ദുരുപയോഗപ്പെടുത്തിയോ? ഇല്ല. അല്ല, പരസ്യമായ നിലപാട് KT ജലീലൊക്കെ വളരെ പരസ്യമായി തന്നെ അതേക്കുറിച്ച് എഴുതിക്കൊണ്ട് തന്നെ ആണ് അതിനോടൊന്ന് പ്രതികരിച്ചത്. അതാണ് LDF-ഉം UDF-ഉം തമ്മിലുള്ള വ്യത്യാസം. LDF ഇത്തരം കാര്യങ്ങളിൽ എടുക്കുന്ന സമീപനം അവര് പഠിക്കട്ടെ. ഈ പെൺകുട്ടി അതിലെല്ലാം എത്രയോ അങ്ങേറ്റം ഒരു വ്യക്തിയെ ഇത്രയേറെ അപമാനിക്കുന്ന മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇല്ല ശരത്തെ. അതങ്ങേറ്റം ഇത് ഒരിക്കലും നമുക്ക് സഹിക്കാൻ പറ്റുന്നതല്ല. ഒരു പെൺകുട്ടിക്കും സഹിക്കാൻ പറ്റുന്നതല്ല, ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ട് ഇത് ഗൗരവതരമായിട്ട് ചർച്ച ചെയ്യണം. കേരളീയ സമൂഹം ചർച്ച ചെയ്യണം. അതാണ് ഇവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ്. അത് ഞാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിനകം തന്നെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. കിട്ടി. അതിന്റെ കോപ്പിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. നന്ദി ശ്രീമതി ടീച്ചർ ഇക്കാര്യങ്ങൾ വിശദീകരിച്ചതിനും. അതിലെ ഏറ്റവും മോശപ്പെട്ട ഹീനമായ തലം എന്താണ് എന്ന് വിശദീകരിച്ചുകൊണ്ട് തന്നെ അതിനെതിരെ നിയമപരമായി നീങ്ങിയതും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തന്നെ ഇക്കാര്യം അറിയിച്ചതും ഒക്കെ ആണ് ശ്രീമതി ടീച്ചർ വിശദീകരിച്ചത്. ഇപ്പോൾ നമ്മൾക്കൊപ്പം റെജിൻ S. ഉണ്ണിത്താൻ കൂടി ചേരുന്നുണ്ട്. റെജിൻ, എന്തൊരു മോശമായ രീതിയാണിതൊക്കെ? നോക്കൂ ശരത്ത്, ഒരു സ്ത്രീയെയും അതിപ്പം MLA ആയിക്കോട്ടെ, ജനപ്രതിനിധി ആയിക്കോട്ടെ, കേരളത്തിൽ സമൂഹത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിലുള്ള ഏത് സമൂഹത്തിലുള്ള ഒരു സ്ത്രീയെയും അപകീർത്തിപ്പെടുത്തുവാനോ അതുമായി ബന്ധപ്പെട്ടൊരു വാക്കുകൾ പ്രചരിപ്പിക്കുന്നതിനോ ഒന്നും ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനം പ്രോത്സാഹിപ്പിക്കത്തില്ല എന്നുള്ളതാണ് ആദ്യം തന്നെ എനിക്ക് ചർച്ചയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. പിന്നെ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പല രീതിയിൽ PK ഗോപനും ശ്രീമതി ടീച്ചറും ശരത്തും ഒക്കെ ഉൾപ്പെടെയുള്ളവർ പല രീതിയിൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പൊ നടന്നിട്ടുള്ളത്? ഈ പുള്ളിയുടെ വായിൽ നിന്നും ഇദ്ദേഹത്തിന്റെ വായിൽ നിന്നും അങ്ങനെ ഒരു വർത്തമാനം ഉണ്ടായി. അയാൾ അതുമായി ബന്ധപ്പെട്ട ഖേദപ്രകടനം നടത്തി. ഖേദപ്രകടനം മാത്രമല്ല വേണ്ടുന്നത്, തൽസ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റിയത് ആരാണ്? അദ്ദേഹം കൈകാര്യം ചെയ്ത സ്ഥാനത്ത് നിന്നും ആ നിമിഷം തന്നെ അത് ചർച്ചയാവുന്ന നിമിഷം തന്നെ അദ്ദേഹത്തെ മാറ്റുകയാണ്. അല്ല, അദ്ദേഹത്തെ കായംകുളം മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് നീക്കിയോ?
കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് തന്നെ ദോഷകരമായ നിങ്ങളുടെ സ്ത്രീ വോട്ടർമാരെ അടക്കം അപമാനിക്കുന്ന ഒരു നിലപാടെടുത്തയാളെ ആ കൗൺസിലിൻ്റെ കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയെന്നാണോ പറയുന്നത് റെജിൻ പറയുന്നത്? നമ്മൾ ഇത് പൊതുസമൂഹം കാണുന്ന ചർച്ചയാണ്. 8:21 നിങ്ങൾ അല്ല, അതാ താങ്കൾ നീക്കി എന്ന് പറഞ്ഞുകൊണ്ടാ ഞാൻ ചോദിച്ചേ. ഞാൻ പറഞ്ഞൊന്ന് കംപ്ലീറ്റ് ചെയ്ത് അതിൽ വ്യക്തത വരാൻ വേണ്ടിയാ ചോദിച്ചേ. അതിൽ വ്യക്തത വരാൻ വേണ്ടിയാണ്. UDF-ഉമായി ബന്ധപ്പെട്ട് ഒരു ഔദ്യോഗിക പദവിയിൽ നിൽക്കുന്ന ഒരാൾ ആ പദവിയിൽ ഇരിക്കുന്ന അയാളുടെ വായിൽ നിന്നും അങ്ങനെ ഒരു പദം പ്രയോഗിക്കരുത്. ഒരു സ്ത്രീയെയും അപമാനിക്കുന്ന രീതി UDF-നോ കോൺഗ്രസ് പ്രസ്ഥാനത്തിനോ ഇല്ല. അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ അയാളെ നീക്കം ചെയ്യേണ്ടത്. അങ്ങനെ ആൾ ഒരു നഗരസഭയുടെ വൈസ് ചെയർമാനായി തുടരാൻ അർഹനാണോ? ഇത് കേവലം ഒരു ഐവാഷല്ല ഈ നടപടി. ആ പദവി UDF-ന്റെ പദവിയിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കുന്നു. വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റുമോ നിങ്ങൾ? കായംകുളം നഗരസഭയുടെ വൈസ് ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ മുമ്പിൽ മാതൃകാപരമായി നിങ്ങൾ നിലപാടെടുക്കുമോ? ചോദ്യം ഇതാണ്. പറയുവാനുള്ള റൈറ്റ് എടുത്ത് കളയരുത്. പറയുവാൻ അത് കേൾക്കുന്നവർക്ക് പോലും അതൊരു ഇതായിട്ട് വരും. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ, നിങ്ങൾക്ക് എന്തൊക്കെയോ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ഈ ചർച്ചയെങ്കിൽ കോൺഗ്രസ് ഇർഷാദിനെ കൊണ്ട് നമ്മളാണല്ലോ പറയിച്ചത്. ഗംഭീരമായിട്ടുണ്ട് റെജിൻ. ഇർഷാദിനെ കൊണ്ട് ഇത് പറയിച്ചത് നമ്മൾ. എന്തിനാ വൈകിട്ട് ചർച്ച ചെയ്യാൻ? ഇങ്ങനൊന്നും പറയരുത്. ചെയ്തതിനേക്കാൾ മോശമാണ് ഇപ്പോൾ പറയുന്നത്. റെജിൻ, അതെ PK ശശിയുടെ മാതൃക താ മുമ്പിലുണ്ട്. ഞാൻ ചോദിച്ചത് റെജിൻ അങ്ങനെ ഒരു ഇർഷാദ് ഒന്ന് കേൾക്കൂ. അങ്ങനെ കായംകുളത്ത് അങ്ങനെ ഒരു ഇർഷാദ് നിങ്ങളുടെ നഗരസഭയുടെ വൈസ് ചെയർമാനായി തുടരാൻ അർഹതല്ല എന്നുള്ള നിലപാട് എന്താണ് നിങ്ങൾ സ്വീകരിക്കാത്തത്? ആ പദവിയിൽ നിന്ന് മാറ്റുമോ? പറയുന്നത് ആദ്യപടി തന്നെ അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ പ്രത്യേകത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വഹിച്ചുകൊണ്ടിരുന്ന പദവിയിൽ നിന്നും അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ലീഗുമായി ബന്ധപ്പെട്ട് ആ പദവിയിൽ നിന്നും. ഞാൻ ശരത്തിനോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ MM മണി എന്ന് പറയുന്ന മുൻ മന്ത്രി ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് എന്തെങ്കിലും രീതിയിൽ ഇതുപോലെ ഒരു പദവി ഒരു അക്ഷരം മിണ്ടുവാൻ ഈ പറയുന്ന ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു നടപടി എടുക്കുവാൻ അതിൽ കോടതി എന്താ പറഞ്ഞത്? അന്നത്തെ UDF സർക്കാർ എടുത്ത നടപടിയെ തുടർന്ന് കോടതി വരെ പരിശോധിച്ചതല്ലേ? എന്താണ് എന്ന് പറയുന്ന സമരക്കാരെ പറ്റി പറഞ്ഞ എന്താണ്? നിങ്ങൾ ആർഷോ എന്ന് പറയുന്ന നിങ്ങളുടെ SFIയുടെ നേതാവ്, നിങ്ങളുടെ തന്നെ ഈ പറയുന്ന പാർട്ടിയുടെ തന്നെ ഈ LDF സംവിധാനത്തിന്റെ തന്നെ ഒരു യുവ നേതാവിനോട് പറഞ്ഞത് എന്തൊക്കെ വൃത്തികേടാണ് പറഞ്ഞത്. അതിനൊന്നും നിങ്ങൾ എന്തെങ്കിലും ഒരു അക്ഷരം ഇടാറുണ്ടോ? അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ നിങ്ങൾ വലുതായിട്ട് പ്രതികരിക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ സ്ഥാനാർത്ഥി ഹരിതാ ബാബു എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ പറ്റി അവിടെ എന്തെല്ലാം വ്യാപകമായ പരാതികളുണ്ടായി. മുഖ്യമന്ത്രിക്ക് വരെ പരാതി കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടുണ്ടോ? വീണ നായർക്കെതിരെ തിരുവനന്തപുരത്ത് പരാതികൾ കൊടുത്തു, മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ട് ഇതുവരെയായിട്ട് നടപടി എടുത്തിട്ടുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും ശ്രീ ഗോപൻ, റെജിൻ വരാം. അതായത് ഇതിലൊരു കാര്യം, ഈ സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് നിൽക്കുന്ന സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള പല രൂപത്തിലുള്ള സൈബർ ആക്രമണങ്ങളുണ്ട്. അത് രാഷ്ട്രീയമായിട്ടടക്കം അതിനെ അടക്കം കേരളം ആ നിലയിൽ യോജിച്ചിട്ടില്ല, അതും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ റെജിൻ പറഞ്ഞ ആ ഉദാഹരണങ്ങളും ഈ ഉദാഹരണവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ ഇതൊരു സൈബർ ആക്രമണമൊന്നുമല്ല. തെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലത്തിൻ്റെ സുപ്രധാന ചുമതലയുള്ള UDFൻ്റെ ചെയർമാനാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആയിരിക്കുന്നയാളാണ് മൈക്കിന് മുമ്പിൽ നിന്ന് പ്രതിഭയുടെ വോട്ടർമാരുടെ മുമ്പിൽ വെച്ച് ഈ വിധം അധിക്ഷേപകരമായി സ്ത്രീ വിരുദ്ധമായി പെരുമാറിയത്, പ്രവർത്തിച്ചത്, പ്രസംഗിച്ചത്. ഇതിൽ വലിയ വ്യത്യാസം ഇത് തമ്മിലുണ്ട്. അവിടെ ശ്രീ ഗോപൻ അദ്ദേഹം അതിനെ ന്യായീകരിക്കാൻ, പറഞ്ഞു നിൽക്കാൻ ചില ഉദാഹരണങ്ങൾ മുന്നോട്ട് വെച്ചു. രാഷ്ട്രീയമായി UDFന് ഇന്ന് പറഞ്ഞു വെക്കാൻ കഴിയുന്ന ചില കാര്യങ്ങൾ സ്വാഭാവികമായി അവർക്ക് പറയാതെയും തരമില്ല. അതേക്കുറിച്ച് താങ്കൾക്ക് പ്രതികരിക്കാനുണ്ടെങ്കിൽ, മറുപടി ഉണ്ടെങ്കിൽ, ആ താരതമ്യത്തിൽ UDF നിന്നാൽ ആ താരതമ്യം നിലനിൽക്കുമോ? അത് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിനുശേഷം ഞാനൊന്ന് ശ്രീ ജയചന്ദ്രനിലേക്ക് പോകാം. ശ്രീ ശരത്തെ, സാധാരണഗതിയിൽ ആര് സംസാരിക്കുമ്പോഴും ഈ നാക്കുപിഴ എന്നൊരു സംഭവിക്കാം. നാക്കുപിഴ എന്ന് പറഞ്ഞൊരു നിലപാടല്ല. പലപ്പോഴും നാക്കുപിഴ നമുക്ക് തിരുത്താവുന്നൊരു കാര്യമാണ്. ഞാനതല്ല ഉദ്ദേശിച്ചത് എന്ന രൂപത്തിലൊക്കെ ആളുകൾക്ക് തിരുത്താം. പക്ഷേ ഒരു നിലപാട് പുറത്തു വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. ആരെങ്കിലുമൊക്കെ പ്രസംഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് വരുന്ന പിഴവുകൾ അത് അങ്ങനെ പരിഗണിക്കാറുണ്ട്. ഇതൊരു നിലപാടാണ്. ആ നിലപാട് എന്ന് പറഞ്ഞാൽ കായംകുളത്ത് പ്രതിഭ 2 തവണയായിട്ട് ജയിക്കുന്നു. അവരൊരു വനിതയാണ്. അവർ കാഴ്ചയിൽ സുമുഖയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ ആ സുമുഖത്വം, അവരുടെ സൗന്ദര്യം അവർ തെരഞ്ഞെടുപ്പിൽ വോട്ടായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു നിലപാടാണ്. നമ്മൾ ആ വാക്ക് അതേപോലെ
പിന്നെ എടുത്ത് പറയുന്നത് ശരിയല്ല എങ്കിലും ശ്രീമതി ടീച്ചർ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. അവരൊരു വനിത എന്ന തരത്തിലും അവർ പിന്നെ നമ്മുടെ പിന്നെ MLA-യുടെ പ്രതിഭയുടെ ഒരു മൂത്ത സഹോദരിയായിട്ട് നിൽക്കാനുള്ള പ്രായമുള്ള പക്വതയുള്ള ഒരു വനിത എന്ന തരത്തിൽ അവർക്ക് ആ വാക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമ്മളതെടുത്ത് ഉപയോഗിക്കുന്നത് അത്ര ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. എങ്കിലും ഇത് കേൾക്കാത്ത ആ വാചകം ഇനി കേൾക്കാത്ത ഒരുപാട് ആളുകൾ ഈ ചർച്ച ശ്രവിക്കുന്നുണ്ടാകാം. അപ്പം അവരുടെ സൗന്ദര്യത്തെ അവരുപയോഗിക്കുന്നു എന്ന് മാത്രമല്ല, അവരുടെ ശരീരത്തെ വാക്ക് വിൽപ്പന എന്നൊരു വാക്ക് അതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥതലം എത്രത്തോളം വലുതാണെന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീകൾ പൊതുരംഗത്തിറങ്ങുന്നത് മറ്റു പല ഉദ്ദേശത്തോടു കൂടിയാണ് എന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ പ്രചരിപ്പിക്കുന്ന കുറച്ച് തീവ്ര രാഷ്ട്രീയ അല്ലത് തീവ്ര മറ്റു ചില സ്വഭാവങ്ങളാണ്. രാഷ്ട്രീയം എന്ന് തന്നെ പറയാൻ പറ്റത്തില്ല. അത് എൻ്റെ എല്ലാ വിശദാംശങ്ങൾക്കും ഞാൻ പോകുന്നില്ല. അത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ആരൊക്കെ അങ്ങനെ ഉദ്ദേശിക്കുന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ചില തീവ്ര സ്വഭാവം രാഷ്ട്രീയത്തിൽ വെച്ച് പുലർത്തുന്നവരുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഇയാൾ. അപ്പോൾ ഇയാളെ പുറത്താക്കി എന്ന് പറഞ്ഞു. എവിടുന്ന് പുറത്താക്കിയ കാര്യം പറയുന്നത്? ഇത് അവരുടെ ഒരു ഇലക്ഷൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചെയർമാൻഷിപ്പാണത്. നേരത്തെ ശരത്ത് ചോദിച്ചതുപോലെ അയാൾ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാനാണ്. മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ ഒരു പിന്നെ ഭരണഘടനാപരമായ പദവിയാണ്. മറ്റവർ ഒരു ഭരണഘടനാ പദവിയെ നിൽക്കുകയാണ്, MLA ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചത് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ വന്ന ആളാണ്. ആ സത്യപ്രതിജ്ഞയ്ക്ക് നിരക്കുന്നതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഏത് പദവിയിലാണോ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരമേറ്റത് അത് റദ്ദാവുന്നു. അവിടെ റദ്ദാക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ആ പാർട്ടി ചെയ്യുന്നോ ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത് ഇത്തരം സ്ത്രീകളോടുള്ള അല്ലെങ്കിൽ സ്ത്രീ രാഷ്ട്രീയ പ്രവർത്തകരുള്ള നിലപാടിൻ്റെ പ്രശ്നമാണ്. ആ നിലപാട് അവർ തിരുത്തുന്നോ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതൃത്വം ഇക്കാര്യത്തിൽ നിങ്ങൾ പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു മാർഗ്ഗം അദ്ദേഹത്തെ ആ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കുക, നമുക്കത് പറഞ്ഞു നിൽക്കാം എന്നുള്ളതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തെ മാറ്റി നിർത്തിയതുപോലെ രാഹുൽ മാങ്കൂട്ടം സാങ്കേതികമായി മാത്രം അവരിൽ നിന്ന് ഏറ്റവും അവസാനത്തെ പ്രശ്നങ്ങൾ വന്നപ്പോൾ പുറത്താക്കി നിർത്തേണ്ടി വന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസ്സാണ്. രാഹുൽ മാങ്കൂട്ടം MLA എന്ന തരത്തിൽ അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു. അവിടെ അസംബ്ലിക്കകത്ത് അവർ തള്ളിക്കളഞ്ഞില്ല. അവരതിനെ ആ MLA എന്നുള്ള ഒരു പോസ്റ്റിൽ അവർ ജയിപ്പിച്ച ആളിനെ തള്ളിക്കളയാൻ തയ്യാറല്ല. അപ്പോൾ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതെങ്കിലും ഒരു ചെറിയ നടപടി കൊണ്ട് പരിഹരിക്കാവുന്ന കാര്യമില്ല. രണ്ടാമത് അദ്ദേഹം പറയുന്നത് MM മണിയുടെ പ്രസംഗം, മറ്റു ചില പ്രസംഗങ്ങളിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഇതെന്നൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അങ്ങനെ പ്രസംഗിച്ചില്ലേ ഇങ്ങനെ പ്രസംഗിച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. MM മണി പറഞ്ഞത് സ്ത്രീ അധിക്ഷേപത്തിൻ്റെ പ്രശ്നമല്ല. അദ്ദേഹം ഒരു ഓരോരുത്തരെടുക്കുന്ന സമീപനത്തിനെ നാട്ടുംപുറത്ത് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്ന് ചോദിച്ചാൽ അത് പൊളിറ്റിക്കലി കറക്റ്റാണെന്നുള്ളതല്ല. അതെല്ലാം ശരിയും നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയല്ല. പക്ഷേ അത് ഓരോരുത്തരും ഉപയോഗിക്കുന്ന ലാംഗ്വേജിൽ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പം മുഖ്യമന്ത്രി ഉപയോഗിച്ച പദം ആധുനിക കാലത്ത് പൊളിറ്റിക്കൽ കറക്റ്റാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ പെറ്റി ബൂർഷ നോൺസെൻസ് എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ കിടക്കുന്ന ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പഴയ ലേഖനങ്ങളൊക്കെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ പെറ്റി ബൂർഷ ചെറ്റത്തരം എന്ന വാക്കാണ് വളരെ മഹാന്മാരായിട്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. ആധുനിക കാലത്ത് പരിശോധിക്കുമ്പോഴേ തെറ്റാണ്. ആധുനിക കാലത്തെ പദപ്രയോഗങ്ങളുമായിട്ട് അത് യോജിക്കത്തില്ല. ഞാൻ ഒരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ കാലത്ത് നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും പരിമിതിയുള്ള അംഗങ്ങൾക്ക് പരിമിതിയുള്ള അങ്ങനെയൊക്കെയുള്ള ആളുകളെയൊക്കെ ഏത് വാക്ക് ഉപയോഗിച്ചിരുന്ന മുമ്പ് ആക്ഷേപിച്ചിരുന്നത്? അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനെ ഏത് വാക്ക് ഉപയോഗിച്ചിരുന്ന ആക്ഷേപിച്ചത്? ഇപ്പം അങ്ങനെ പറയാനേ പറ്റില്ല. ഒരാളിൻ്റെ പരിമിതിയെ വെച്ചുകൊണ്ട് അയാളെ കളിയാക്കാൻ പറ്റില്ല. അയാളുടെ കാലിന് ചെറിയ പ്രശ്നമുണ്ടോ, അയാളുടെ കൈക്ക് പ്രശ്നമുണ്ടോ, കണ്ണിന് പ്രശ്നമുണ്ടോ? ഒരു 10 കൊല്ലം മുമ്പ് വരെ 5 കൊല്ലം മുമ്പ് വരെ കേരളത്തിൽ അത്തരം ആളുകളെയൊക്കെ പിന്നെ കളിയാക്കുകയും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചു. ഞാൻ അതുകൊണ്ടാണ് 2000 വർഷം മുമ്പത്തെ കഥ കൂടി എടുത്ത് ഉദ്ധരിച്ചത്. ഏത് കാലത്തും സ്ത്രീയുടെ ശരീരത്തെ ആക്ഷേപിക്കുക, സ്ത്രീയുടെ സ്വത്വത്തെ ആക്ഷേപിക്കുക, സ്ത്രീയുടെ പദവി ആക്ഷേപിക്കുക, സ്ത്രീ ശരീരത്തെ ആക്ഷേപിക്കുക, അവരുടെ ഐഡന്റിറ്റിയെ കളിയാക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയ ശരത്തെ, ഒരു സ്ത്രീയുടെ മാസത്തിൽ 4 ദിവസം ഉണ്ടാകുന്ന ശാരീരിക സവിശേഷതയെ ലോകത്ത് ഏത് രാജ്യത്തുണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്താക്കി നിർത്താനുള്ള ഒരു സംവിധാനമായിട്ട് ഉപയോഗിക്കുന്നത്? അത് ചെയ്തുകൊണ്ടിരിക്കുന്നവരാ നമ്മൾ. ഒരു സ്ത്രീയുടെ ശാരീരികമായ സവിശേഷതയെ മാസം 4 ദിവസമോ 5 ദിവസമോ സമൂഹത്തിൽ നിന്ന് പുറത്താക്കാനുള്ള ആയുധമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഇതിലപ്പുറം തോന്നും. ഓക്കെ, ഞാൻ വരാം ശ്രീ ഗോപൻ. ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് കൂടി വരികയാണ്. ശ്രീ ജയചന്ദ്രൻ, ഞാനിത് മുമ്പ് ശ്രീമതി ടീച്ചർ അടക്കം സംസാരിച്ചപ്പോൾ തോന്നിയൊരു കാര്യമാണ്. പാണക്കാട് സാദിഖ് അലി തങ്ങൾക്ക് ഒരു നീതി, പ്രതിഭയ്ക്ക് മറ്റൊരു നീതി എന്നൊരു ഇരട്ടത്താപ്പ് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും UDFിൻ്റെ ആകെയും മനോഭാവത്തിലുണ്ട് എന്ന് പറയാതെ പോകാനേ കഴിയില്ല എന്ന് തോന്നുന്നു. മറ്റൊന്നുകൂടിയുണ്ട്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഈ UDFുകാർ യഥാർത്ഥത്തിൽ അവരോടൊപ്പം നിൽക്കുന്ന വനിതാ സ്ഥാനാർത്ഥികളെയും വനിതാ പ്രവർത്തകരെയും ഇങ്ങനെയൊക്കെ തന്നെയാണ് കാണുന്നത് എന്നുകൂടി ഒരു പ്രശ്നം ഇതിനകത്ത് അടങ്ങിയിട്ടില്ലേ ശ്രീ ജയചന്ദ്രൻ? ശരത്തെ, ഇപ്പോൾ ഇത് ഈ
പാണക്കാട് സാദിഖ് അലി തങ്ങൾ ഈ ചർച്ച കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം കേൾക്കാൻ ഇടയുണ്ട്. അതുകൊണ്ട് പറയുകയാണ്, സാദിഖ് അലി തങ്ങളോടായിട്ട് തന്നെ പറയുകയാണ്, കുത്തിന് പിടിച്ച് ചെവിക്കലിന് അടി കൊടുക്കേണ്ട പണിയാണ് ഇർഷാദ് എന്ന് പറഞ്ഞ നേതാവ് കാണിച്ചത്. എനിക്ക് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് ചെയ്യാത്തത് മാന്യതയും മര്യാദയും മറുപക്ഷത്തുള്ളതുകൊണ്ട് മാത്രമാണെന്ന് സാദിഖ് അലി തങ്ങളെങ്കിലും മനസ്സിലാക്കണം. അത്ര ചെറ്റ വർത്തമാനമാണ് ഇർഷാദ് പറഞ്ഞത്. അതിലും സംശയം വല്ലതും ഉണ്ടോ? അതിനെ എന്നും രജിൻ ഉണ്ണിത്താൻ ഇവിടെ ന്യായീകരിച്ചിട്ട് അല്ലെങ്കിൽ അതിനെന്തെങ്കിലും സമീകരണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ഒരു പ്രയോജനം. അങ്ങനെ വേണ്ട. പറഞ്ഞത് അവർക്ക് നടപടി എടുത്തു എന്നാണ് സാർ പറഞ്ഞത്. ചുമ്മാ ആവശ്യം ഇല്ലാത്ത രീതിയിൽ അവർ വളച്ചൊടിക്കാതെ ന്യായീകരിച്ചിട്ടില്ല. എനിക്ക് പറയാനും പ്രതികരിക്കാനല്ലോ നിങ്ങൾ അതവിടെ നിർത്തണേ. നിങ്ങൾ പറഞ്ഞ സമയത്ത് എനിക്കും പറയാനുണ്ടായിരുന്നു, ഞാനൊന്നും മിണ്ടിയില്ലല്ലോ. ആ മര്യാദ എന്നോട് തിരിച്ചും കാണിക്കണം. അല്ല, ആ പണിയാണ് ഈ പറഞ്ഞ ഇർഷാദ് എന്ന് പറഞ്ഞ വൃത്തിയോടം കാണിച്ചത്. അതൊരു കാര്യം. അത് സാദിഖ് അലി തങ്ങൾ അത് ഓർക്കണം കേട്ടോ. ഒരു കാര്യം. ശരത്തെ, രണ്ടാമത്തെ പ്രശ്നം, ഇത് ഒറ്റപ്പെട്ടൊരു പ്രശ്നമായിട്ട് കാണരുത്. പിന്നെ പ്രതിഭയെ എന്ത് വാക്കുകൾ കൊണ്ടാണ് ഇവൻ വിശേഷിപ്പിച്ചത്? എന്താണ് പറഞ്ഞത്? ഒരു ജനപ്രതിനിധി, അതും 10 വർഷം പൂർത്തിയാക്കിയ ജനപ്രതിനിധി വിൽക്കാൻ വെച്ചിരിക്കുകയാണെന്ന്. അതല്ലേ പറഞ്ഞത്? ആ ചെറ്റ പറഞ്ഞത് അതല്ലേ? അല്ലേ? അതിന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെ മറുപടി കൈകൊണ്ടാണ് കൊടുക്കേണ്ടത്. അത് ചെയ്യാത്തത് ആ മാന്യത സംസ്കാരവും മറുഭാഗത്ത് ഇടതുപക്ഷത്ത് അവശേഷിക്കുന്നുണ്ടാണെന്ന് വിചാരിച്ചോണം അവനെ ന്യായീകരിക്കാൻ വരുന്ന ഓരോരുത്തരും. അത് കേരളമെമ്പാടും ഉള്ള ആരൊക്കെയാണോ ന്യായീകരിക്കാൻ വരുന്നത് അവർക്കെല്ലാം ഉള്ള താക്കീത് തന്നെയായിട്ടാണ് എൻ്റെ അഭിപ്രായം. ഞാൻ സാധാരണക്കാരനാണ്, ഞാൻ പറയുന്നത്. അതങ്ങനെ എനിക്ക് പറയാൻ കഴിയും. ആ ഒരു ഭാഷയല്ലാതെ എനിക്ക് പറയാൻ അറിഞ്ഞും കൂടാ അത്തരം കാര്യങ്ങളിൽ. പിന്നെ ഇത് ശരത്തെ, ഇതിവരുടെ സ്വഭാവമാണ്. എന്ത് സ്വഭാവമാണ്? അതായത് ഇവരുടെ ഈ UDF എന്ന് പറയുന്ന കൂട്ടത്തിന്റെ അടിസ്ഥാന സ്വഭാവമാണിത്. എന്താണ് ആ സ്വഭാവത്തിന്റെ പ്രത്യേകത എന്നറിയാമോ? അത് പറയാം. അതിനു മുൻപ് ഇതേ കൂട്ടരാണ് പിന്നെ എവിടെ തളിപ്പറമ്പിൽ പിന്നെ PK ശ്യാമളെ എന്തൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചത്. ഇതേ കൂട്ടരാണ് 2024 പിന്നെ ലോക്സഭാ പാർലമെന്റ് ഇലക്ഷനിൽ വടകരയിൽ ശൈലജ ടീച്ചറെ ചേരി തിരിഞ്ഞ് ആക്രമിച്ചത്. ഇല്ലേ? ഇതൊക്കെ കണ്ടവരാണെന്ന് കേരളീയർ. ഇതൊക്കെ നമുക്ക് അറിയാം. ഇവർക്കൊക്കെ ഇതൊക്കെ എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള തെറ്റിദ്ധാരണയാണ് ഒരുത്തനും വേണ്ട കേട്ടോ. അങ്ങനെയൊന്നും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം പറഞ്ഞാൽ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ആ മര്യാദയും സംസ്കാരവും കാണിക്കുന്നത് കൊണ്ട് എപ്പോഴും അത് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കണം. പിന്നെ എന്തുകൊണ്ടാണ് ഇതെന്നുള്ളത് അതാണ് ഞാൻ പറഞ്ഞു വന്നത്. ഇത് ഇവർക്ക് സ്ത്രീ എന്ന് പറയുന്നത്, ഇപ്പോ ഇടതുപക്ഷത്തിന്റെ കാര്യത്തിൽ എന്തുകൊണ്ടാണ് 50% ഇവിടെ ഉണ്ടായത്? പിന്നെ ഈ തദ്ദേശ സ്ഥാപനങ്ങളിൽ എന്തുകൊണ്ടാണ് ഉണ്ടായത്? അത് ഇടതുപക്ഷത്തിന്റെ നിലപാടായതുകൊണ്ടാണ്. ഒന്ന്. രണ്ടാമത്, ഇടതുപക്ഷം സ്ത്രീയെയും പുരുഷനെയും വ്യക്തികളായിട്ടാണ് കാണുന്നത്. ഇവർ സ്ത്രീയെ സ്ത്രീയായിട്ടും പുരുഷനെ പുരുഷനായിട്ട് കാണുകയും സ്ത്രീയെ ഉപഭോഗ വസ്തുവായിട്ട്, കമ്മോഡിറ്റി ആയിട്ട്, ചരക്കുവൽക്കരിക്കുകയും ചെയ്യുകയാണല്ലോ ചെയ്യുന്നത്. അല്ല, അത് താങ്കൾ പറഞ്ഞപ്പോൾ ഇതേ സാദിഖ് അലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. അതായത് നൂർബിന റഷീദൊക്കെ വനിതാ ലീഗിനെ അവഗണിച്ചു സ്ഥാനാർത്ഥിത്വത്തിൽ എന്ന് പറഞ്ഞു. മാത്രമല്ല, പേരാമ്പ്രയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയെ അങ്ങനെ ഒരു വനിതാ ലീഗിൻ്റെ ഭാഗമായിട്ട് നൂർബിനെ പോലുള്ള സീനിയർ ലീഗ് നേതാക്കൾ കാണുന്നില്ല. ഈ പ്രശ്നം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ സാദിഖ് അലി തങ്ങൾ പറഞ്ഞത് പുരുഷന് പുരുഷ ലീഗും സ്ത്രീക്ക് വനിതാ ലീഗും. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. അതായത് ഇത് മനുഷ്യരായിട്ടല്ല കാണുന്നത്, സ്ത്രീയെ സ്ത്രീയായും പുരുഷനെ പുരുഷനായും കാണുന്നു. ആ പാർട്ടി പോലും അങ്ങനെയാണെന്നാണ് അദ്ദേഹം അന്ന് പറഞ്ഞത്. അല്ല, അതാണ് അതിന്റെ അടിസ്ഥാനപരമായ ഈ വ്യത്യസ്തതയും. അതാണ് ശരത്തെ, സ്ത്രീയെയും പുരുഷനെയും വ്യക്തികളായി കാണാനുള്ള ആ ഒരു ഉന്നതമായ രാഷ്ട്രീയ ബോധം, സാംസ്കാരിക ബോധം, അതിനുള്ള ഔചിത്യം ഒക്കെ ഉണ്ടാകാനുള്ള പരമപ്രധാനമാണ്. അത് UDF-നില്ല, BJP-ക്ക് ഒട്ടുമേ ഇല്ല. ഇടതുപക്ഷം അത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പിന്നെ ശരത്ത് വ്യക്തിയായിരിക്കുന്നതും ഞാൻ വ്യക്തിയായിരിക്കുന്നതും പ്രതിഭ വ്യക്തിയായിരിക്കുന്നതും. അതുകൊണ്ടാണ് നമ്മൾ വ്യക്തികളെന്ന നിലയ്ക്കാണ് അതെല്ലാം കാണുന്നത്. ഓരോ വ്യക്തിക്കും ഓരോ വ്യക്തിത്വം ഉണ്ട്. ആ സവിശേഷതയാണ്. അതല്ലാതെ സ്ത്രീക്കൊരു വ്യക്തിത്വം, അതുകൊണ്ട് സ്ത്രീ ആയിരിക്കട്ടെ, പുരുഷന് അതിനേക്കാൾ ഉയർന്ന വ്യക്തിത്വമാണ് എന്ന് കാണുന്ന
ആ ഒരു രീതി ഉണ്ടല്ലോ, ആ ഒരു ഈ ജന്മി മാടമ്പി ബൂർഷ്വാ വ്യവസ്ഥയിലെ ആ രോഗത്തിന്റെ തുടർച്ച തന്നെയാണ് ഇഷ്റ എന്ന് പറഞ്ഞ ലീഗുകാരൻ കാണിച്ചത്. എന്തുണ്ട് പറയാൻ? നേതാക്കന്മാർക്കൊന്നും മിണ്ടാട്ടമില്ലല്ലോ, മൊഴിമുട്ടിയല്ലോ. എത്ര പറഞ്ഞാലും ശരി. ഇപ്പൊ ഇത് പിന്നെ ശ്രീമതി ടീച്ചർ പറഞ്ഞു, കേസ് കൊടുക്കുന്ന കാര്യം, പരാതി കൊടുത്തിട്ടുള്ള കാര്യം പറഞ്ഞു. അതൊന്നുമല്ല, നാട്ടിലെ സ്ത്രീകൾ, വോട്ടർമാർ പിന്നെ ഇത് ഏറ്റെടുക്കണം അവര്. കാരണം ഒരു സ്ത്രീയോട് കാണിച്ചിട്ടുള്ള ഇത്തരത്തിൽ പിന്നെ പരസ്യമായി വാക്കുകൾ കൊണ്ട് അവരെ നഗ്നയാക്കുന്ന രീതിയിലുള്ള വർത്തമാനം പറഞ്ഞ ഇത്തരം ചെറ്റകളോട് അവർക്ക് കൃത്യമായ മറുപടി കൊടുക്കാനുള്ള ദിവസമാണ് ഈ വോട്ടെടുപ്പ് ദിവസം എന്നുള്ളത്. അത് കായംകുളത്ത് മാത്രമല്ല, കേരളം ഒട്ടാകെ ആ നിലപാട് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഈ ചർച്ചയിൽ. ഞാൻ ഈ ചർച്ചയിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ പ്രതിഭയുടെ ഈ രാഷ്ട്രീയ പൊതുപ്രവർത്തന കാലം കൂടി ഒന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്കൊന്ന് ശ്രീ ജയചന്ദ്രനും എന്നേക്കാൾ കുറെ കൂടി നന്നായി അതറിയാമായിരിക്കും. ഞാൻ ആലോചിച്ചതാണ്, ഈ തദ്ദേശ സ്ഥാപനം മുമ്പ് പറഞ്ഞ 50% സ്ത്രീ പ്രാതിനിധ്യം ഉറപ്പാക്കി മുന്നോട്ട് പോയ കേരളത്തിൻ്റെ തദ്ദേശ രംഗത്തേക്ക് വനിതാ പ്രതിനിധിയായി വന്ന്, അങ്ങനെ തദ്ദേശ ഭരണ രംഗത്തുകൂടി വന്ന്, പിന്നീട് ആലപ്പുഴ ജില്ലയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി അവർ തിരഞ്ഞെടുക്കപ്പെട്ട 5 വർഷം പൂർത്തിയാക്കുന്നു. അവർ അമ്പലപ്പുഴ നിയോജക മണ്ഡലമായിരുന്നു പണ്ട്, തകഴി എന്ന പ്രദേശം, ഇന്ന് കുട്ടനാടിൻ്റെ ഭാഗമാണ്. അവിടെ താമസിക്കുന്ന ആലപ്പുഴയുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാലയളവ് കഴിഞ്ഞപ്പോഴാണ് 2016 അവിടെ നിന്ന് കിലോമീറ്ററുകൾക്കപ്പുറം കായംകുളത്തേക്ക് CPIM അവരുടെ പാർട്ടി അവരെ സ്ഥാനാർത്ഥിയായി അയക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ളൊരു പരിചിതമായ ഒരു പരിചയമുണ്ട് അവരെ സംബന്ധിച്ച്. ആ പരിചയം കൂടി കണക്കിലെടുത്തിട്ടാവണം കിലോമീറ്ററുകൾക്കപ്പുറം കായംകുളത്തേക്ക് അവരെ സ്ഥാനാർത്ഥിയായി അയക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ അവർ അവിടെ നിന്ന് വിജയിച്ചു. 2021 ആ കായംകുളത്ത് അവർ വീണ്ടും വിജയിച്ചു. ഈ 10 വർഷക്കാലം അവിടെ താമസിച്ച് കായംകുളത്തുകാരിയായി അവരുടെ ആ വോട്ടർമാർക്കിടയിൽ വലിയ സ്വീകാര്യതയോടെ മുന്നോട്ട് പോയ ഒരു പൊതുപ്രവർത്തകയാണ് ഇത്ര ഹീനമായി പരാമർശിക്കാൻ, സ്ത്രീ വിരുദ്ധതയോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ, പ്രചാരണത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ UDFൻ്റെ കൺവെൻഷനിൽ UDFൻ്റെ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവ്, UDF ചെയർമാൻ തയ്യാറായത് എന്ന് പറയുന്നതിലെ വളരെ അപകടകരവും ഗൗരവവുമായിട്ടുള്ള ഒരു തലമുണ്ട്. അത് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട്, പ്രേക്ഷകർ അറിയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ അതുകൂടി ചേർത്ത് പറഞ്ഞത്. റെജിനിലേക്കാണ് ഞാൻ വരുന്നത്. റെജിൻ, ഇതുപോലെ തന്നെ ഇന്ന് ഗൗരവമായി വന്ന ഇതേ ആലപ്പുഴ ജില്ലയിൽ ഒരു പുതിയ ടേം തന്നെ രൂപപ്പെട്ടു. G സുധാകരൻ ഡീൽ എന്ന് പറയുന്നൊരു പുതിയ ടേം രൂപപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ പലതരത്തിലുള്ള കോലീബി സഖ്യം കണ്ടിട്ടുണ്ട്. കോൺഗ്രസ് സംഘ് പരിവാർ സഹകരണത്തിൻ്റെ ചരിത്രപരമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്, ഓരോ അനുഭവങ്ങളുണ്ട്. പക്ഷേ മൈക്കിന് മുമ്പിൽ വന്ന് സ്ഥാനാർത്ഥി പറയുകയാണ്, ഇതുപോലെ തന്നെ UDFൻ്റെ കൺവെൻഷനിൽ, ഇത് കായംകുളത്താണെങ്കിൽ ഇന്നലെ അമ്പലപ്പുഴയിൽ വന്നിട്ട് മൈക്കിന് മുമ്പിൽ നിന്ന് സ്ഥാനാർത്ഥി പറയുകയാണ്, BJPക്കാർ 5000 വോട്ട് തരും എന്ന് KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളുടെ മുഖത്ത് നോക്കി പറയുകയാണ് G സുധാകരൻ എന്ന UDF പിന്തുണയ്ക്കുന്ന സ്ഥാനാർത്ഥി. അവിടെ ഇരിക്കുന്ന കോൺഗ്രസ്സുകാർ കൈയടിക്കുകയാണ്, കോൺഗ്രസ് പ്രവർത്തകർ. ഇന്ന് മുഖ്യമന്ത്രി ചോദിച്ചത്, കോൺഗ്രസ് ഇതേക്കുറിച്ച് വിശദീകരിക്കണം, G സുധാകരൻ പറഞ്ഞ ആ ഡീലിനെക്കുറിച്ച് ശരിയല്ലേ, കോൺഗ്രസ് പറയണ്ടേ? മൗനം കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രശ്നത്തെ, ഒരു തെരഞ്ഞെടുപ്പിലെ അന്തർധാരയെ നിങ്ങൾ മൗനം പാലിച്ചാൽ അതോടെ അതങ്ങ് തീർന്നുകൊള്ളും എന്ന് വിചാരിക്കാൻ കഴിയില്ല. ജനങ്ങൾ ചോദിക്കും, ജനങ്ങളോട് വിശദീകരിക്കാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. മുഖ്യമന്ത്രിയുടെ ആ ചോദ്യം വളരെ ഗൗരവമുള്ളതും പ്രസക്തവുമല്ലേ? നോക്കൂ ശരത്, ഇതിനേക്കാൾ മുമ്പ് എനിക്ക് ഈ പറഞ്ഞതിന് മറുപടി പറയാതിരിക്കാൻ സാധിക്കില്ല. നിങ്ങളെല്ലാം പറയുന്നത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടാണ് പറഞ്ഞത് എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സ്ഥാനാർത്ഥി ഉൾപ്പെടെ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ഈ പറയുന്ന സ്റ്റേറ്റ്മെന്റ്, അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള മുൻ MLA പറ്റി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് അപ്പോൾ തന്നെ തള്ളി പറഞ്ഞതാണ്. ഇത് കോൺഗ്രസിന്റെയോ UDFന്റെയോ മര്യാദയല്ലാത്ത വാക്കുകൾ പറഞ്ഞാൽ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യകത ഒരിക്കലും ഈ പാർട്ടിക്കില്ല. അത് തള്ളി പറയുക മാത്രമല്ല, അപ്പോൾ തന്നെ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്നും, UDFന്റെ സ്ഥാനത്ത് നിന്നും മാറ്റുകയാണ്. മുസ്ലിം ലീഗ് ആകട്ടെ പ്രാഥമിക നിങ്ങൾ ഇത് പറഞ്ഞ് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുമ്പോൾ ഇതുകൂടി പറയണം. നിങ്ങൾ തന്നെ പറഞ്ഞു പോകുന്നത് എന്താണ്, ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് സംരക്ഷിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് പറയുന്നത്. പക്ഷേ ബോധ്യപ്പെടാത്ത നടപടികൾ എന്ന പ്രശ്നം അപ്പോഴും അവിടെ ബാക്കിയാണ്. റെജിൻ, ഞാൻ തുടർ ചർച്ചകൾക്കില്ല. ബോധ്യപ്പെടാത്ത, സമൂഹത്തിന് ബോധ്യപ്പെടാത്ത നടപടികളെ നിങ്ങൾ എടുത്തിട്ടുള്ളൂ. ഇതാണ് അതിലെ പ്രശ്നം. ഇങ്ങനെ പോലും നടപടിയെടുക്കാത്ത പാർട്ടിയല്ലേ CPM? ഇങ്ങനെ പോലും നടപടിയെടുക്കാത്ത പാർട്ടിയായിരുന്ന പാർട്ടിയല്ലേ CPM? ഇപ്പൊ 10ാമത്തെ MLA ആയിട്ട് മത്സരിക്കുന്ന LDFന്റെ സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇലക്ഷന് മുമ്പുണ്ടായ പ്രശ്നങ്ങളെ പറ്റി ഞാൻ വിവരിക്കണോ ശരത്തെ?
ബാക്കിയുള്ള ആൾക്കാരെ ഞാൻ വ്യക്തിപരമായി പേര് പറയുന്നില്ല, എത്ര പേരെയാണ് ഇവർക്കെതിരെങ്കിലും എന്തെങ്കിലും ശബ്ദം ഉയർത്തുവാൻ ഈ ഒരു പ്രാഥമികപരമായിട്ടുള്ള ഒരു നടപടി എടുക്കുവാൻ തയ്യാറാവാത്ത പാർട്ടിയല്ലേ CPM? എന്നിട്ട് സ്ത്രീ സംരക്ഷണത്തെ പറ്റിയും സ്ത്രീകളെ പറ്റിയും ഒക്കെ വലിയ രീതിയിൽ വർത്തമാനം പറയുന്ന നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് ഇതിനെപ്പറ്റി പറയുവാൻ? ഇത്രയും നടപടി എടുക്കുന്ന കേരളത്തിലെ സമൂഹത്തിന് മാതൃകയായി സ്ത്രീജനങ്ങളെ ആക്ഷേപിക്കുന്നവർക്കെതിരെ ഞങ്ങൾ ഇങ്ങനെയാണ് നടപടി എടുക്കുന്നത് എന്ന് മണിക്കൂറുകൾക്കകം നടപടി എടുക്കുന്ന പാർട്ടിയെ ആക്ഷേപിക്കുവാൻ എന്ത് യോഗ്യതയാണ്? അല്ല, PK ശശിയുടെ ചിഹ്നം ഏതാണ് റജിൻ? PK ശശിയുടെ ചിഹ്നം എന്താണ്, കൈപ്പത്തിയാണോ അതോ വേറെ വല്ലതും ആണോ? ഒറ്റപ്പാലത്തല്ലേ അദ്ദേഹം മത്സരിക്കുന്നത്? എവിടെയായിരുന്നു നേരത്തെ നിന്നിരുന്നത്? PK ശശി ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം രാജിവെക്കുന്നതിന് മുമ്പ് തന്നെ ഏത് ബോർഡിന്റെ ചെയർമാനായിരുന്നു? അദ്ദേഹം ആ പാർട്ടിയിലെ ഏറ്റവും പ്രാഥമിക അംഗത്വത്തിലാണോ നിന്നത്? ബ്രാഞ്ചിലെത്തിയോ? അദ്ദേഹം ആരായിരുന്നു? അദ്ദേഹം പാലക്കാട് ജില്ലയിലെ ആ പാർട്ടിയുടെ വളരെ ലീഡർഷിപ്പിലുണ്ടായിരുന്ന ആളല്ലേ? എങ്ങനെ താഴെ വന്നു? അതിനർത്ഥം നടപടികളാണ്. ആ നടപടികൾ എടുത്ത് താഴേക്ക് പോയ ആളെ നിങ്ങളാണ് ലിഫ്റ്റ് ചെയ്തത്. ശരി, അതാണ് ചോദിച്ചപ്പോൾ മാങ്കൂട്ടത്തിൽ ഇല്ലാത്തതിന്റെ കേട് PK ശശി അവിടെ തീർത്തല്ലോ പാലക്കാട്ട്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്കുണ്ടോ? ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരുന്നോ? പുതിയ ടേം G സുധാകരൻ ഡീൽ, പുതിയ ടേം കോൺഗ്രസ്. അടുത്ത വിഷയത്തിലേക്ക് സമയം കൂടി താങ്കൾ പറഞ്ഞല്ലോ. ഓക്കെ, അത് ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ശ്രീ ഗോപൻ പറയട്ടെ. ശ്രീ റജിൻ അടുത്ത വിഷയത്തിലേക്ക് കൂടി ചുരുക്കി വരണം. ഈ തെരഞ്ഞെടുപ്പിൽ ഇതുകൂടി റജിൻ, ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മുന്നോട്ട് വെച്ച നിങ്ങളുടെ സംഭാവനയാണ് G സുധാകരൻ ഡീൽ. കോൺഗ്രസ് അതിന് വിശദീകരിക്കണം എന്ന് മുഖ്യമന്ത്രി ഇന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. G സുധാകരൻ CPM-ന്റെ ഇപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ചവർ പോലും ആരാധിച്ചിരുന്ന, അതായത് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവുന്നതിന് മുമ്പ് ആരാധിച്ചിരുന്ന അവരുടെ നേതാവായിട്ട് കണ്ടിരുന്ന ഒരാളാണ്. അദ്ദേഹം CPM-ൽ നിന്നും വെളിയിലേക്ക് വരുന്നത് 5000 വോട്ട് BJP-യുടെ കൊണ്ടാണ് UDF-ന്റെ പിന്തുണയോടെ അദ്ദേഹം മത്സരിക്കുന്ന അമ്പലപ്പുഴയിൽ. അതേക്കുറിച്ച് പറയണം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അമ്പലപ്പുഴയിലെ G സുധാകരൻ മത്സരിക്കുന്നത് UDF-ന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നും കൂടി നിങ്ങൾ സാഹചര്യമൊക്കെ ഒരുപാട് ചർച്ച ചെയ്താണ് റജിൻ. അദ്ദേഹം പറഞ്ഞത് അങ്ങനെ മത്സരിക്കുന്ന UDF-ന്റെ പിന്തുണയുള്ള ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് BJP-യുടെ വോട്ട് വാങ്ങിച്ചെടുക്കാമോ? ഇതാണ് ചോദ്യം. റജിൻ പ്ലീസ് നോ. ഈ തെരഞ്ഞെടുപ്പ് ചർച്ചകൾ മുന്നോട്ട് പോവാണ്, നിങ്ങൾ പുറകോട്ട് കൊണ്ടുപോകണ്ട. ഏറ്റവും പുതിയ വിഷയത്തിൽ നിങ്ങൾ അഡ്രസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കാകാം. ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സമയത്തെ വിഷയം ഇതാണ്. ഈ വിഷയം എന്താണ്? 5000 വോട്ട് കൃത്യം BJP-യുടെ വോട്ട് എനിക്ക് കിട്ടും എന്ന് UDF കൺവെൻഷനിൽ UDF പിന്തുണയ്ക്കുന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥി പറഞ്ഞാൽ നിങ്ങൾക്കത് സമ്മതമാണോ? ആ BJP-യുടെ വോട്ട്, ഇതിനാണ് മറുപടി വേണ്ടത്. ഇവിടെ BJP-യും CPM ഇതിന് മറുപടി പറയൂ സാർ, എന്നിട്ട് ബാക്കി പറഞ്ഞോളൂ. ഇതിനാദ്യം മറുപടി പറഞ്ഞിട്ട് ബാക്കി വിശദീകരണമാവും. BJP-യും ഈ പറയുന്ന CJP ഡീലല്ലേ ഇപ്പൊ? അമ്പലപ്പുഴയിലെ കാര്യം പറയൂ സാർ. ആദ്യം അമ്പലപ്പുഴയിൽ നിങ്ങൾ നേരിടുന്ന ചോദ്യത്തിന് മറുപടി ആദ്യം അത് വേണം. G സുധാകരൻ പറഞ്ഞതിനെ പറ്റി അദ്ദേഹം തന്നെ വിവരിച്ചിട്ടുണ്ടല്ലോ. എന്താണ് ആ വിവരണം? അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെ വോട്ടുകളും സ്വീകരിക്കുമെന്നുള്ള രീതിയിലേക്ക് വളരെ സ്പെസിഫിക് ആണ്. 5000 BJP വോട്ട് കുറയില്ല. നോ, നിങ്ങൾ വേറെ എന്ത് പറഞ്ഞാലും അത് മാഞ്ഞു പോവില്ല. നിങ്ങൾ തലയിൽ വെച്ചു കൊടുത്ത ത്രിവർണ്ണ തൊപ്പിയുണ്ടല്ലോ, രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള ത്രിവർണ്ണ തൊപ്പിയുണ്ടല്ലോ, അത് വെച്ചാണ് G സുധാകരൻ പറഞ്ഞത് എനിക്ക് 5000 വോട്ട് കിട്ടുമെന്ന്. കോൺഗ്രസിന് സ്വീകാര്യമാണല്ലേ? അങ്ങനെ അടിവരയിട്ട് പറഞ്ഞോട്ടെ. ഞാൻ ശ്രീ ഗോപൻ, നിങ്ങൾ വേറെ എവിടെയൊക്കെ സഞ്ചരിച്ചിട്ട് ഒരു കാര്യമില്ല. ഇതിന് പൊളിറ്റിക്കലി ക്ലാരിഫിക്കേഷൻ വരുത്തി നിങ്ങൾക്ക് എന്തും പറയാം. അതല്ലാതെ വേറെ കഥ പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണല്ലോ. ശ്രീ ഗോപൻ, ഇതേക്കുറിച്ച് UDF പറയുന്നത് എന്താണ്? അദ്ദേഹം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, UDF പിന്തുണയ്ക്കുന്നേ ഉള്ളൂ. അങ്ങനെ വന്നാൽ അദ്ദേഹത്തിന് ആരുടെ വോട്ടും നേടാം. അതെങ്ങനെയാണ് കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും അക്കൗണ്ടിൽ നിങ്ങൾ പെടുത്തുന്നത്? ഇതാണ് അവരുടെ ചിന്ത. തുറന്നു പറയുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. ഇതുവരെ നേതാക്കൾ പറഞ്ഞിട്ടില്ല, പക്ഷേ ചിന്തിക്കുന്നത് അതാവാം. അതിൽ അപാകതയുണ്ടോ? ശരത്തിൻ്റെ ആ പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഞാൻ വരാം. എനിക്ക് 1 മിനിറ്റ് 1-2 കാര്യങ്ങൾ പറയേണ്ടതായിട്ടുണ്ട്. ഒന്ന്, UDF-ൽ പ്രവർത്തിക്കുന്ന, അതിൻ്റെ സ്ക്വാഡ് പ്രവർത്തനത്തിനിറങ്ങുന്ന, കൺവെൻഷന് വരുന്ന ഏത് സ്ത്രീകളെയും UDF-ലെ പുരുഷന്മാർ നോക്കുന്ന കണ്ണ് ഏതാണെന്നുള്ളത് ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അവിടെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രതിഭയ്ക്കെതിരായിട്ട് കായംകുളം മണ്ഡലത്തിലും
മറ്റു മണ്ഡലങ്ങളിൽ വോട്ട് പിടിക്കാൻ ഇറങ്ങുന്ന പ്രിയപ്പെട്ട സഹോദരിമാരായ UDF പ്രവർത്തകർ, നിങ്ങളെ തന്നെ കാത്തോളുക എന്നുള്ളതാണ് എനിക്ക് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഉമ്മൻചാണ്ടിയുടെ മകൾ, ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അവരുടെ ജീവിത പങ്കാളി 2020 വേണ്ടി BJPക്ക് വേണ്ടി മത്സരിക്കാൻ പോയപ്പോൾ അവരോട് ഈ ക്വസ്റ്റ്യൻ ഉയർത്തിയപ്പോൾ അവർ പറഞ്ഞൊരു മറുപടിയുണ്ട്. അത് അദ്ദേഹത്തിന് സ്വന്തമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് നല്ല നിലപാട് തന്നെയാണ്, അതിൽ എനിക്ക് തർക്കമില്ല. പക്ഷേ PK ശ്യാമളയ്ക്ക് സ്വന്തം രാഷ്ട്രീയം കൈകാര്യം ചെയ്യാൻ അവകാശമില്ല. അത് MV ഗോവിന്ദനിൽ ഡിപ്പെൻഡഡ് ആണ്. ഇതാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. MV ഗോവിന്ദൻ ഒരു വ്യക്തി, PK ശ്യാമള വേറൊരു വ്യക്തി, അവർ ജീവിത പങ്കാളികളായിട്ട് കഴിയുന്നു. അവരുടെ രാഷ്ട്രീയത്തെ MV ഗോവിന്ദൻ മാഷ് കല്യാണം കഴിച്ചതോടുകൂടി റദ്ദാവില്ല. ഇത് UDFൻ്റെ പൊളിറ്റീഷ്യന്മാർ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അത്രയും പറയാതെ എനിക്ക് മറ്റു കാര്യത്തിലേക്ക് കടക്കാൻ പറ്റത്തില്ല. ഇനി അതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി പറയണം, ഗണേഷിൻ്റെത്. ഇതിന് പകരം കൊണ്ടുവെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നുള്ളത് എന്തുകൊണ്ടാണെന്നറിയോ? ഗണേഷ് കുമാർ വിവാഹിതനാണ്. അദ്ദേഹം ലീഗലി വിവാഹം കഴിച്ച സ്ത്രീയാണ് പരാതിക്കാരി. പക്ഷേ എവിടെ പരാതി? അവർ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു, ആ ആക്ഷേപങ്ങൾ അവർ വിഴുങ്ങി. ഗവൺമെൻറ് മുമ്പിലോ പൊതുസമൂഹത്തിൻ്റെ മുമ്പിലോ പരാതിയില്ല. ഗണേഷ് കുമാർ അവരെ വിവാഹം കഴിച്ചില്ലെങ്കിൽ അവർ പരാതി കൊടുത്തില്ലെങ്കിലും പോലീസ് കേസെടുക്കണം. ഈ വ്യത്യാസം അവർ മനസ്സിലാക്കണം. ഇനി ഞാൻ അതിൽ നിന്ന് അവര് പിൻവാങ്ങുകയും അതിലവർ വിശദീകരണം നടത്തി ഭാര്യ ഭർത്താക്കന്മാർ എന്ന നിലയിൽ അവര് വീണ്ടും ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. അതാണ് അതിൽ സംഭവിച്ചത്. അത് വിടാം, ആ തർക്കത്തിനൊന്നും ഇത് വേണ്ട, സമയക്കുറവുണ്ട്. ശരത്തെ, അദ്ദേഹത്തിന് 2 3 മിനിറ്റ് കൂടി എന്റെ സമയമെടുത്ത് അദ്ദേഹത്തിന് 2 3 മിനിറ്റ് കൊടുത്താലും എനിക്ക് പരാതിയില്ല. ഇടയ്ക്ക് കയറെന്ന് പറയണം. സാധാരണ കോൺഗ്രസ്സുകാരെല്ലാം ചർച്ച അലമ്പാക്കാൻ ശ്രമിക്കാറുണ്ട്. അദ്ദേഹത്തിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. എൻ്റെ സമയം വേണേൽ അദ്ദേഹത്തിന് കൊടുത്തോണം, പക്ഷേ ചർച്ച അലമ്പാക്കരുത്. അതുപോലെ ഞാൻ ഒരുപാട് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ട വിഷയത്തിലെല്ലാം നമ്മുടെ കോൺഗ്രസിൻ്റെ സഹപാനലിസ്റ്റുകൾ മുമ്പോട്ട് വെക്കുന്ന മറുപേരേതാ PK ശശിയാണ്. അവർ പറയുന്നത് PK ശശി എന്ത് ചെയ്തു, PK ശശിയുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇഷ്യൂ ഒന്നല്ലെങ്കിൽ പോലും നേരത്തെ ശരത്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ PK ശശി ജില്ലാ നേതൃത്വത്തിൽ പ്രവർത്തിച്ച PK ശശി കേവലം മെമ്പർഷിപ്പിലേക്ക് പോയത് ഇത്തരം ചില ആരോപണങ്ങൾ ഉള്ളതുകൊണ്ടാണ്. അപ്പോഴാണ് കോൺഗ്രസ് പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉള്ളവർക്ക് നിൽക്കാൻ പറ്റിയ പാർട്ടി CPM അല്ല, ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾ പാലക്കാട് നിർത്തിയ രാഹുൽ മാങ്കൂട്ടത്തെ അറിഞ്ഞൂടെ? ഷാഫി പറമ്പിൽ നല്ലപോലെ അറിയാറുന്നല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി വരുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള ആളായിരുന്നത്. അതുകൊണ്ട് ഞങ്ങളിലേക്ക് വാ, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പോയി കൈപ്പത്തിനെ കൊടുത്തിരിക്കുക. കന്ന് എന്ന കന്നും കൂട്ടത്തിൽ എന്നൊരു പ്രയോഗമുണ്ട് മലയാളത്തിൽ, അതാ സംഭവിച്ചത്. ഇനി അങ്ങ് പറഞ്ഞ വിഷയത്തിലേക്ക് വന്നാൽ, ഇവിടെ ഡീലാണെന്നല്ലോ ആരോപിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ. ആ ഡീൽ ആരോപിക്കാനുള്ള കാരണം എന്താ? പാലക്കാട് പറഞ്ഞ കാര്യം എന്താ? നിങ്ങൾ NMRനെ നിർത്തിക്കഴിഞ്ഞാൽ ഞങ്ങളുടെ വോട്ട് ഭിന്നിപ്പിക്കും എന്ന് പറയാൻ UDFൻ്റെ വോട്ട് ഏകോപിപ്പിച്ച് കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തണം. അങ്ങനെ നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ BJPക്ക് വേണ്ടിയാണ്. ഇതാണ് അവർ ഉന്നയിച്ച ആരോപണം പാലക്കാടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട്. ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ കേരളത്തിലെ പഴയ കോലിബീസൊക്കെ ഉയർന്നു വന്നു. പട്ടാമ്പിയിലെ EMSനെതിരായിട്ട് RSSും കോൺഗ്രസും സ്ഥാനാർത്ഥി നിർത്തിയ പ്രശ്നം ഉയർന്നു വന്നു. 71 AKGക്കെതിരായിട്ട് കോൺഗ്രസ് RSS ഉയർത്തിയ പ്രശ്നം വന്നു. KP ഉണ്ണികൃഷ്ണനെതിരായിട്ട് ലീഗും കോൺഗ്രസും RSSും കൂടി ചേർന്ന്. അതൊരു ചരിത്ര വസ്തുതയും യാഥാർത്ഥ്യവുമാണ്. അത് നിരന്തര ചർച്ചയ്ക്ക് വിധേയവുമാണ്. അവിടേക്ക് വന്നിട്ടുള്ളൊരു പുതിയ ടേമാണ് G സുധാകരൻ ഡീൽ എന്നുള്ളത്. അത് ഞാൻ പറയുന്നില്ല, അങ്ങനെ അല്ല ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ആ ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് ഇതൊന്നുമല്ല ശരി, അതെല്ലാം മറന്നേക്കൂ. മെഡിമിക്സ് ആയുർവേദിക് സോപ്പിൻ്റെ പരസ്യത്തിൽ പണ്ട് പറയുന്നത് പോലെ അതെല്ലാം മറന്നേക്കൂ എന്ന് പറഞ്ഞിട്ട് G സുധാകരൻ വെളിപ്പെടുത്തി കഴിഞ്ഞു കാര്യം എങ്ങനെയാണെന്ന്. എനിക്ക് 5000 വോട്ട് BJP തരാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ വെച്ച് നിഷേധിക്കണ്ടേ UDFൻ്റെ നേതൃത്വം? BJP ആയിട്ട് സഖ്യം ചെയ്ത് വോട്ട് വേണ്ട എന്ന് അവിടെ പറഞ്ഞിരുന്നെങ്കിലോ? അതിന് പകരം BJP കൊണ്ടുവന്ന 5000 ഉണ്ട്, കോൺഗ്രസ് തരാമെന്ന് പറഞ്ഞ വോട്ടുണ്ട്. ഇത് രണ്ടും കൂടെ വെച്ച് ഞാനങ്ങ് ജയിക്കും. ജയിച്ചാൽ ആരുടെ സ്ഥാനാർത്ഥി അദ്ദേഹം? കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണോ BJPയുടെ സ്ഥാനാർത്ഥിയാണോ? ഒന്ന്, G സുധാകരൻ 60 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തെ മുഴുവൻ റദ്ദ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കൂടി ഓടിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ രക്തം മുഴുവൻ ചോർത്തിക്കളഞ്ഞ് ഡയാലിസിസ് ചെയ്ത് കോൺഗ്രസ് രക്തം അകത്ത് കയറ്റി ജീവിത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ MLA ആവുക എന്നുള്ളതാണ്. അതിന് മാർസിനെ കൂട്ടുപിടിച്ചു, അല്ല ലെനിനെ കൂട്ടുപിടിച്ചു, സ്റ്റാലിനെ കൂട്ടുപിടിച്ചു. കേവലം 6-7 വർഷം മാത്രം റഷ്യയുടെ അധികാരിയായിട്ടിരുന്ന ലെനിൻ, ചെറുപ്പത്തിൽ മരിച്ചുപോയ ലെനിൻ മരണം വരെ ഇരുന്നു എന്ന ന്യായം പറഞ്ഞിട്ട് അൺമാർസിയനാണ്, മരിക്കുന്നത് വരെ ഇരിക്കലാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ, അധികാരത്തിലിരിക്കലാണ് മാർസിസം എന്ന് മാർസിസത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് അതിൻ്റെ പേരിൽ ചെന്നിരിക്കുന്ന സുധാകരൻ വഴിയാണ്
സഖാവ് ജി സുധാകരൻ എന്നുള്ള സഖാവ് മാറ്റിയിട്ട് ശ്രീ ജി സുധാകരൻ വഴിയാണ് BJP ആയിട്ട് ഡീലുണ്ടാക്കിയിരിക്കുന്നത്. കേരളത്തിൻ്റെ മുമ്പിൽ അറിയാതെ തെളിയിക്കപ്പെട്ട ഒരു സംഭവമായിട്ട് അത് മാറിയിരിക്കുക. ഇനി നിങ്ങൾക്കത് മായ്ക്കാൻ പറ്റില്ല, എന്തെല്ലാം പറഞ്ഞാലും മായ്ക്കാൻ പറ്റില്ല. അത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. എല്ലായിടത്തെയും ഡീല് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. ചരിത്രമെടുത്ത് മുന്നിലേക്ക് വെച്ചപ്പോൾ പുതിയ ആളുകൾക്ക് സംശയമുണ്ട്, ഇങ്ങനെ നടന്നോ? നടന്നതിൻ്റെ തെളിവാണ് ഈ കായംകുളത്ത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ അമ്പലപ്പുഴയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് യഥാർത്ഥ വസ്തുത. ഇവിടെ ശ്രീ ജയചന്ദ്രൻ, ജി സുധാകരൻ കാട്ടിയത് UDF-നെ വെട്ടിലാക്കുകയായിരുന്നോ ജി സുധാകരൻ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി കോൺഗ്രസിനോടാണോ? ഇപ്പോൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്, രണ്ടു കൂട്ടരുടെയും പിന്തുണയും വോട്ടും അദ്ദേഹം വാങ്ങും എന്ന് വന്നാൽ അദ്ദേഹത്തിൻ്റെ പ്രതിപത്തി, അതിൻ്റെ ഒരു അളവ് എങ്ങനെയാണെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ വോട്ടർമാർക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എവിടെ, ആർക്കൊപ്പം എന്നൊരു പ്രശ്നം അതിനകത്തില്ലേ? ഇപ്പോൾ മാസത്തിൽ, അദ്ദേഹം തന്നെ പറഞ്ഞു, മാസത്തിൽ 2 തവണ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിക്കുന്നയാൾ ഇപ്പോൾ ശ്രീ പി കെ ഗോപൻ പറഞ്ഞ പോലെ ഒരു എക്സ് കമ്മ്യൂണിസ്റ്റായി മാറുന്നു, കൃത്യമായ വലതുപക്ഷവാദിയായി മാറുന്നു. ഇത് യഥാർത്ഥത്തിൽ അദ്ദേഹം, ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇതിൽ അഭിപ്രായം പറയേണ്ടത് കോൺഗ്രസ്സാണ്, ജി സുധാകരനല്ല. അദ്ദേഹം വെളിപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട് അത് വളരെ ഗൗരവമുള്ളൊരു ചോദ്യമല്ലേ? ഉത്തരം ഇതുവരെ വന്നിട്ടുമില്ല. നേരത്തെ ഈ ജി സുധാകരനുമായി വ്യക്തിപരമായി ഏറെ സ്നേഹവും ബഹുമാനവും അടുപ്പമുള്ളൊരു വ്യക്തിയാണ് ഞാൻ, ഏറെക്കാലമായി. പക്ഷേ ഇപ്പോഴും എനിക്ക് അദ്ദേഹത്തോട് സ്നേഹവും ബഹുമാനവും ഉണ്ട്, പക്ഷെ വിശ്വാസമില്ല. അതാണ് ഒരു വലിയ പ്രശ്നം. ഇപ്പോഴത്തെ പുതിയ സുധാകരനോട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ 1980-കളിൽ CPIM-ന്റെ കുട്ടനാട് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ജി സുധാകരൻ. 85-ലാണ് CPIM-ന്റെ താലൂക്ക് കമ്മിറ്റികളെല്ലാം ഏരിയ കമ്മിറ്റികളായി വിഭജിച്ച് മാറുന്നത്. അപ്പോൾ 80-കളിൽ താങ്കളും കേട്ടിട്ടുണ്ടാവുമല്ലോ കുട്ടനാട്ടിലെ സംഘർഷം, RSS മാർക്സിസ്റ്റ് സംഘടനകൾ. അതില് പാർട്ടി KSKTUവിന്റെ പ്രവർത്തകനായിരുന്ന തങ്കപ്പന്റെ തല അറുത്ത് തല വെട്ടി മങ്കമ്പ് പാലത്തിൽ കൊണ്ടുവച്ചിരുന്നു. അതിനുശേഷം അന്ന് താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന സുധാകരന് നേരെയും ഭീഷണികൾ ഉണ്ടായിരുന്നു. സഖാക്കൾ നിരന്തരം രാത്രിയും പകലും രാപകൽ ഭേദമില്ലാതെ എത്രയോ ആഴ്ചകൾ കാവൽ നിന്ന താലൂക്ക് കമ്മിറ്റി ഓഫീസ് മങ്കമ്പിലെ എന്നെപ്പോലുള്ളവർക്ക് ഓർമ്മയുണ്ട്. അന്ന് അദ്ദേഹവും കടുത്ത RSS വിരുദ്ധനായിരുന്നു. പിന്നീട് BJP-യും RSS-ഉം ഒരുമിച്ച് വന്നപ്പോഴും അത്തരം സംഘങ്ങളോട് ആശയപരമായി വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചു നിന്ന ഒരു സുധാകരനാണ് എനിക്കറിയുക. അതുപോലെ തന്നെ വലതുപക്ഷത്തിനെതിരായി നിലപാട് സ്വീകരിക്കുന്ന ഒരു സുധാകരനെയും. ഇപ്പൊ അദ്ദേഹത്തിൻ്റെതായ താല്പര്യങ്ങളാൽ പ്രേരിപ്പിക്കപ്പെട്ട് മറ്റുള്ളവരാൽ അവരുടെ താല്പര്യങ്ങൾ കൂടെ കണക്കിലെടുത്ത് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഒഴിവായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അമ്പലപ്പുഴയിൽ മത്സരിക്കുന്നു. UDF അദ്ദേഹത്തെ തന്ത്രപരമായി. ശ്രീ ജയചന്ദ്രൻ, അവിടെയാണ് ഒന്ന് ചുരുക്കി, അവിടെയാണല്ലോ പ്രശ്നം. ഇദ്ദേഹം ആർക്കൊപ്പം, ഏത് രാഷ്ട്രീയത്തിനോടൊപ്പമാണ്? UDF-നൊപ്പമാണ്. UDF-ൻ്റെയും പിന്തുണ വാങ്ങുന്നു, BJP-യുടെയും പിന്തുണ വാങ്ങുന്നു. BJP-യുടെ 5000 വോട്ട് കിട്ടുമെന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് യാതൊരു ഉറപ്പുമില്ല. അതും വാങ്ങിച്ച്, UDF-ൻ്റെ പിന്തുണയും വാങ്ങിച്ച് മത്സരിക്കുന്ന, ഒരു പരസ്യമായി വെളിപ്പെടുത്തുന്ന വളരെ അപൂർവമായൊരു അനുഭവതലം ജി സുധാകരൻ സമ്മാനിച്ചില്ലേ? ശരിക്കും അതൊരു വിസ്മയം തന്നെയാണ്. അല്ല, അത് വിസ്മയമല്ല. അത് അക്കാര്യത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ പദമാണ് അദ്ദേഹത്തിന് ഏറ്റവും അർത്ഥവത്തായിരിക്കുക. അത് തന്നെയാണ്. അദ്ദേഹത്തിന് BJP-ക്കാരുടെ വോട്ട് അങ്ങനെ കിട്ടുമെങ്കിൽ അദ്ദേഹം സർവ്വഥാ തോൽക്കാൻ അർഹനാണെന്ന് സ്വയം പ്രഖ്യാപിക്കുകയാണ്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരുടെ മുമ്പിൽ നിങ്ങൾ എന്നെ തോൽപ്പിക്കണം എന്ന് സ്വയം പ്രഖ്യാപിക്കുന്നതിന് തുല്യമാണ് 5000 വോട്ട് കിട്ടും എന്ന് സുധാകരൻ കരുതുന്നുണ്ടെങ്കിൽ, അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ, അതിനല്ലാതെ അദ്ദേഹത്തിന്റെ ആ നടപടിക്ക് മറ്റൊരർത്ഥവും ഞാൻ കാണില്ല. അമ്പലപ്പുഴയിലെ വോട്ടർമാരും അങ്ങനെ തന്നെ വിശ്വസിക്കും എന്ന് ഞാൻ വിചാരിക്കുകയും ചെയ്യും. റജിൻ, ഇന്ന് അതിനിടയിൽ കേട്ടൊരു കാര്യമുണ്ട്. ഇപ്പോൾ PJ കുര്യനായാലും K സുധാകരനുമൊക്കെ UDF അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ മുഖ്യമന്ത്രിയായി അവരൊക്കെ കാണുന്നതും ഇഷ്ടപ്പെടുന്നതും രമേശ് ചെന്നിത്തലയാണെന്നാണല്ലോ റജിൻ പറയുന്നത്. നോക്കൂ ശരത്ത്, കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതും
ബാക്കിയുള്ള ഈ പറയുന്ന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനും ഒക്കെ നോർമൽ പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ വെച്ച് ഹൈക്കമാൻഡ് ആണ് ഈ പറയുന്ന രീതിയിലുള്ള മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കേൾക്കുന്നത്. അത് അങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്ന് അറിയാത്ത ആളല്ല ഈ നാട്ടിലെ നാട്ടുകാർ, ജനങ്ങളെന്ന്. പിന്നെ ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ പറയാം. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള പാർട്ടിയാണല്ലോ കോൺഗ്രസ്. ആരെയും പേടിക്കേണ്ട. ഈ പറയുന്ന പരനാറി പ്രയോഗമോ ചെറ്റത്തര പ്രയോഗമോ മാഷാള്ള സ്റ്റിക്കർ വെച്ചിട്ടുള്ള വണ്ടികളോ ഒന്നും ആരുടെ വീട്ടിൽ വരാത്തത് കൊണ്ട് അവരുടേതായ അഭിപ്രായങ്ങൾ പറയുവാനും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളതായി നിൽക്കുവാനും സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. അപ്പോൾ അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊക്കെ വരും. പക്ഷേ കോൺഗ്രസ് സംബന്ധിച്ച് കോൺഗ്രസിന് ഒരുപാട് നേതാക്കന്മാർ, അർഹതപ്പെട്ട നേതാക്കന്മാർ ഓരോരുത്തരായുണ്ട്. അങ്ങനെയുള്ള നേതാക്കന്മാരുടെ പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ CPM-നെ സംബന്ധിച്ച് ആരാണ് മുഖ്യമന്ത്രി, ആരാണ് ഇതിനെ നയിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഒറ്റ പേരിൽ ചുരുങ്ങുന്ന ഒരു പാർട്ടിയായി CPM നിൽക്കുമ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ പല ആരോപണങ്ങളും പറയും. അത് ജനങ്ങൾ മുഖവിലക്കെടുക്കത്തില്ല എന്നുള്ളതാണ് ഒന്നാമതായി പറയാനുള്ളത്. ഇപ്പൊ നമ്മള് പ്രതിഭ MLA പറഞ്ഞു തുടങ്ങിയ ഒരു ചർച്ചയാണ്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ജി സുധാകരനിലേക്ക് എത്തുന്നു. ജി സുധാകരൻ എത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ജി സുധാകരൻ പറഞ്ഞ മറ്റൊരു പ്രസ്താവനയുണ്ട്. അത് നിങ്ങൾ പറഞ്ഞില്ല. ഈ കൃഷ്ണപിള്ള സ്മാരകം, നിങ്ങളുടെ വൈകാരികമായി നിൽക്കുന്ന സ്മാരകമാണല്ലോ കൃഷ്ണപിള്ള സ്മാരകം, അത് തകർത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ജി സുധാകരൻ ഇന്ന് പറഞ്ഞായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് രാത്രി പോയ ആളുകളെ പറ്റിയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നിർത്തിവെക്കേണ്ട ആൾക്കാരെ പറ്റിയും ഒക്കെ കാര്യങ്ങളും അദ്ദേഹം പറഞ്ഞായിരുന്നു. അതും കൂടി ഒന്ന് പരാമർശിച്ചു പോയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നാണ് എനിക്ക് ശരത്തിനോട് ഒരു കാര്യം കൂടി പറയാനുള്ളത്. ശരി, സമയക്കുറവുകൊണ്ടാണ്. നമുക്ക് അടുത്ത ചർച്ചയ്ക്ക് അടുത്ത വിഷയങ്ങൾ എടുക്കാം. ഏതായാലും അങ്ങനെ ജി സുധാകരനുമായി ബന്ധപ്പെട്ടൊരു CPM രാഷ്ട്രീയത്തെ കൂടി പരാമർശിക്കാൻ അദ്ദേഹം ശ്രമിച്ചു. ഞാൻ ആലോചിച്ചത് അദ്ദേഹം പാർട്ടി മെമ്പർഷിപ്പ് ഉപേക്ഷിച്ചത് ഇപ്പോഴാണെന്നാണ് അദ്ദേഹം തന്നെ പറഞ്ഞത്. ആ കാലം അത്രേ അദ്ദേഹം പാർട്ടി അംഗമായി തന്നെ ഇരുന്നു. അതിനു മുമ്പ് സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. ഈ കാലയളവിലൊക്കെ ഈ ഒരു വിഷയം ഉണ്ടായിട്ട് തന്നെ എത്രയോ കാലമായി. അപ്പോൾ അദ്ദേഹം ആ കാലത്തെടുത്ത നിലപാടും ഇപ്പോൾ പറയുന്നതും ഒരു മനുഷ്യനെ അളക്കാനുള്ള ഒരു ടൂൾ അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞ പോലെ ഡീല് പോലെ മുന്നോട്ട് വെക്കുകയാണോ? രണ്ടാമത്തെ കാര്യം ഞാൻ അദ്ദേഹത്തോടാണ്, ശ്രീ ഗോപനോടാണ്. താങ്കൾ പറഞ്ഞു വെച്ചാണ്, അല്ലാതെ ഈ ചർച്ചയൊന്നും ഇതിലേക്ക് വന്നിട്ടില്ലല്ലോ. ശ്രീ ഗോപൻ, എന്താണ് അതിന് മറുപടി? രണ്ടാമത്തെ കാര്യം, കുര്യനും കെ സുധാകരനുമൊക്കെ രമേശ് ചെന്നിത്തലയുടെ പേര് എടുത്തിടുന്നത് ഈ കോൺഗ്രസ് രാഷ്ട്രീയം ഒന്നും മനസ്സിലാകാത്തത് കൊണ്ടാണോ? ഒന്ന് ചുരുക്കി. സ്വന്തം സഹോദരൻ്റെ ശരീരം കുത്തിക്കീറി കൊലപ്പെടുത്തിയവരുടെ വോട്ടും രാജ്യത്ത് മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്നവൻ്റെ വോട്ടും വാങ്ങിച്ച് തനിക്ക് 90-ാം വയസ്സിൽ MLA ആയിട്ടിരുന്ന് ജീവിതം തീർത്താൽ മതിയെന്ന് പറയുന്ന ഒരാളിൻ്റെ ജൽപ്പനങ്ങളെ ഈ കേരളം പുച്ഛത്തോടെ തള്ളിക്കളയും. അതാണ് കൃഷ്ണപിള്ള പ്രതിമയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രണ്ടാമത്, ഇവിടെ കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് നാളെ രാവിലെ നമ്മുടെ കെ സുധാകരനെയും ശ്രീ PJ കുര്യൻ സാറിനെയും വിളിച്ചങ്ങ് ബോധിപ്പിക്കണം. കോൺഗ്രസിനകത്ത് എങ്ങനെയാണ് മുഖ്യമന്ത്രി എടുക്കുന്നറിയാവോ? നാഷണൽ പ്രൊസീജിയറുണ്ട്, ഹൈക്കമാൻഡ് തീരുമാനിക്കും. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ ആരെന്തൊക്കെയാണെന്നറിയാമല്ലോ. ആങ്ങളെയും അമ്മയും പെങ്ങളൂടെ ചേരുന്നതാണ് ഹൈക്കമാൻഡ് എന്ന് അവരെ അങ്ങ് പഠിപ്പിച്ചാൽ മതി. ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട. ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി? എന്തായാലും മുഖ്യമന്ത്രി പദത്തിന് വേണ്ടി നിങ്ങൾ ശണ്ട കൂട്ടി തീരുമാനിക്കണ്ട. പ്രതിപക്ഷ നേതാവ് ആരാണെന്നുള്ള ശണ്ട കൂട്ടി അങ്ങ് തീരുമാനിച്ചാൽ മാത്രം മതി. ശരി, അത് കുഞ്ഞാലിക്കുട്ടി കൊണ്ടുപോകണോ, സതീശൻ കൊണ്ടുപോകണോ, രമേശ് ചെന്നിത്തല കൊണ്ടുപോകണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിച്ചു. ശ്രീ VD സതീശന് മുൻപ് പറഞ്ഞത് വെച്ചാണ് അതിന് കഴിയില്ല. കാരണം അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അതിലൊരു ചെറിയ തിരുത്ത് അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. ഏതായാലും അത് മറ്റൊരു വിഷയം. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതാവാകാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന് കാട്ടിലൊരു വീട് പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനാകാൻ പറ്റത്തില്ല. ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നവരൊക്കെ ചോദിച്ചാൽ മതി, ആരൊക്കെയാ കാട്ടിൽ പോകുന്ന പൊറോട്ട അടിക്കാൻ പോകുന്നതെന്നൊക്കെ കേട്ടോ. ഫെബ്രുവരിയിൽ നിന്നും ബംഗാളിൽ നിന്നൊക്കെ ഇവിടെ വരുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ഈ അമേഠിയിൽ നിന്ന് ഇവിടെ ഒന്ന് മത്സരിച്ചവരോ? അല്ല, പൊറോട്ട അടിക്കുന്നൊരു കുഴപ്പമല്ലല്ലോ. പൊറോട്ട അടിക്കുന്നൊരു മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? പൊറോട്ട അടിക്കുന്ന മോശമല്ല, പൊറോട്ട അടിക്കുന്നൊരു മോശമാണെന്ന് നിങ്ങൾക്ക് തോന്നിയോ? നല്ല കാര്യമല്ലേ? അല്ല, ഈ റജിൻ ഈ പറഞ്ഞതപ്പോ ഈ അമേഠിയിൽ നിന്നും റായ്ബറേലിയിൽ നിന്നും ഒക്കെ മത്സരിക്കാൻ വന്നവർക്ക് സ്റ്റേറ്റുകൾ മാറിപ്പോയി ജോലി ചെയ്യട്ടെ. ശരി, ശ്രീ ജയചന്ദ്രൻ, ഇവിടെ വന്ന് പൊറോട്ട അടിക്കുന്നെങ്കിൽ വടക്കേ ഇന്ത്യയിൽ വന്ന് കഴിക്കുന്ന പൊറോട്ട, അവരടിച്ച പൊറോട്ട ഇവിടെ വന്ന് കഴിച്ച് വോട്ട് വാങ്ങിക്കുന്നത്. പൊറോട്ട കഴിക്കാൻ വേണ്ടി മാത്രം അവിടെ വരുന്നത്. അല്ല, ബേക്കറിയിലെ പഫ്സാണ് ഇഷ്ടം. ബേക്കറിയിലെ പഫ്സാണ് ഇഷ്ടം. യെസ്, ശ്രീ ജയചന്ദ്രൻ, താങ്കളുടെ കൂടി ഒരു ചെറിയ ഇടപെടലോടെ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ഈ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഒന്നും ഞാൻ ചോദിക്കുന്നില്ല കൂടുതലായി. ഇത് ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനവും ആലോചന എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്നാടനമല്ലേ? കാരണം ഈ സ്വപ്നത്തിലും രണ്ടാഴ്ചയേ ഉള്ളൂ. ആ 2 ആഴ്ചയിൽ LDF മുമ്പോട്ട് വെക്കുന്നത് എന്താണ്? അടിസ്ഥാന സൗകര്യ വികസനവും ക്ഷേമ പദ്ധതികളും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ UDF-ന് പറയാനുണ്ടോ? തങ്ങളുടെ ബദലുകൾ എന്തൊക്കെയാണ്? ഇതൊന്നും പറയാനില്ലാതെ ഇത്തരത്തിലുള്ള ഡീലുകളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക,
ഇപ്പൊ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ള ആൾക്കാരുടെ പേരുകൾ ഉന്നയിച്ച് കളിക്കുക. ഇതെന്തൊരു പസൽ കളിയാണ് ഇവര്. അത് ആ ഒരു വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് പോലെയാണ് ഇപ്പൊ ഇവരുടെ ഈ അതാണ് ഞാൻ പറഞ്ഞത് സ്വപ്നാടനം എന്ന് പറഞ്ഞത്. ആ സ്വപ്നാടനത്തിന്റെ അന്ത്യം ഉണ്ടാവണമെങ്കിൽ വോട്ടെണ്ണുന്ന മെയ് 4 സംഭവിച്ചിരിക്കും. അതുവരെ ഇങ്ങനെ ഇവര് കളിമേളങ്ങളിൽ ഇങ്ങനെ അഭിരമിച്ച് നടക്കട്ടെ എന്ന് നമുക്ക് സുരേന്ദ്രൻ പറഞ്ഞ പോലെ അതുവരെ കളിമേളങ്ങളും സ്വപ്നാടനവും അങ്ങനെ തന്നെ തുടരും. അങ്ങനെ തന്നെ തുടരുന്നത് കൊണ്ട് തന്നെ അതും ചർച്ച ചെയ്യേണ്ടതായിട്ട് വരും. ഏതായാലും ഏറ്റവും അവസാനം ഇപ്പോൾ വന്നത് പ്രതിഭയ്ക്കെതിരായിട്ടുള്ള സ്ത്രീവിരുദ്ധ പരാമർശത്തിൻ്റെയും പ്രചാരണത്തിൻ്റെയും UDF രീതിക്കെതിരെ CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിശക്തമായി ഇതിനെ അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത ബ്രേക്കിംഗ് ന്യൂസിൽ പ്രേക്ഷകർക്ക് കാണാം എന്നുള്ളതാണ്. നുണകൾ കൊണ്ട് വസ്തുതകളില്ലാതെ സർക്കാരിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുന്ന പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ പണ്ട് UDF ഭരിച്ച ആ ഇരുണ്ട കാലമുണ്ടല്ലോ അതിനേക്കാൾ കഷ്ടമാണ് എന്നുള്ളതാണ് ഓരോ ദിവസവും ചർച്ചകളിൽ ആത്യന്തികമായി ഉരുത്തിരിഞ്ഞു വരുന്ന തെളിമയോടെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു യാഥാർത്ഥ്യം. അവിടെയാണ് അതിനൊപ്പമാണ് ഈ സ്ത്രീവിരുദ്ധ പ്രചാരണത്തിൻ്റെ ഒരു കായംകുളം രീതി കൂടി UDF ഇന്ന് ആരംഭിച്ചു വെച്ചത് അല്ലെങ്കിൽ നടത്തിയത്. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.